നമസ്കാരം. പകൽ വാർത്തയിലേക്ക് സ്വാഗതം. വയനാട്ടിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കണം എന്ന കാര്യമാണ് നാട്ടുകാർ ചോദിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ആന കർഷകനെ കൊന്ന അതേ സ്ഥലത്ത്, അതിന് തൊട്ടടുത്ത് തന്നെ കടുവയെയും കണ്ടു. കടുവയുടെ ആക്രമണത്തിൽ നിന്ന് കഷ്ടിച്ചാണ് ഒരു വീട്ടമ്മ രക്ഷപ്പെട്ടത്. ഇതേ സമയത്ത് തന്നെയാണ് ആനയെ തേടി വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അലയുന്നത്. ഇതുവരെ ബേലൂർ മഖ്നയെ മയക്കുവെടി വെക്കുവാനായിട്ട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ല. ഗുരുതരമായ സാഹചര്യമാണ് വയനാട്ടിൽ ഉള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇന്നലെ മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ട ചില വിവരങ്ങളാണ്. CMRL കമ്പനിക്ക് അനധികൃതമായി കരിമണൽ ഖനന അനുമതി നൽകുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി എന്നുള്ള കാര്യം മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടിരുന്നു. ഇതിനെ പക്ഷേ മന്ത്രി P. രാജീവ് എതിർത്തത് 2020 തന്നെ ഈ അനുമതി റദ്ദാക്കുവാനുള്ള നിയമോപദേശം AGയിൽ നിന്ന് കിട്ടിയിരുന്നു എന്നാണ്. പക്ഷേ CMRLന് ഖനനാനുമതി നൽകേണ്ട എന്നുള്ള ഉത്തരവ് വന്നത് 2023 ഡിസംബർ 18-നാണ്. നിർണായകമായ ഈ ഉത്തരവ് ന്യൂസ് 18 കേരളം പുറത്തുവിടുകയാണ്. ഇതുവരെ CPMന്റെ നേതാക്കൾ ന്യായീകരിച്ചിരുന്നത് എക്സാലോജിക് കമ്പനിയുമായുള്ള ഇടപാട് പുറത്തു വന്നതിന് ശേഷമാണ് CMRLന്റെ ഖനനാനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ് വന്നത് എന്ന കാര്യം തെറ്റാണെന്നാണ്. പക്ഷേ ഈ കാര്യം ഈ ഉത്തരവ് പുറത്തുവിട്ടുകൊണ്ട് ന്യൂസ് 18 കേരളം തെറ്റാണെന്ന് തെളിയിക്കുകയാണ്. ആദ്യം പകൽ വാർത്തയിൽ പ്രധാന വാർത്തകൾ നോക്കാം. CMRLനുള്ള തീരദേശ കരിമണൽ ഖനനാനുമതി സർക്കാർ റദ്ദാക്കിയത് എക്സാലോജിക്കുമായുള്ള ഇടപാട് വിവാദമായ ശേഷം. കേന്ദ്ര നിർദ്ദേശം പാലിച്ച് അനുമതി റദ്ദാക്കാൻ 4 വർഷമെടുത്തത് എന്തിന്? വൈകിയുള്ള തീരുമാനം മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തിയെന്ന ആരോപണം ബലപ്പെടുത്തുന്നത്. 2023 ഡിസംബർ 18 ഉത്തരവ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നു. എല്ലാം ഇളക്കി പറിച്ചു വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞാൽ ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാ കയറുന്നത്. അവര് കേട്ടോ ഇല്ലെന്ന് എനിക്ക് അറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. കടുവ തൊട്ട് പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. വയനാട്ടിൽ ആന കർഷകനെ കൊന്ന അതേ സ്ഥലത്ത് കടുവ. വീട്ടമ്മ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ഞങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന ചോദ്യവുമായി വയനാട്ടുകാർ. ആനയെ മയക്കുവെടി വയ്ക്കാൻ 5-ാം ദിവസവും വനം വകുപ്പിന്റെ വനയാത്ര. RJDക്ക് LDFലും അവഗണന. ആരും സീറ്റ് വാഗ്ദാനം ചെയ്തിട്ടില്ലെന്ന് EP ജയരാജൻ. കോടിയേരി വാക്ക് നൽകിയിരുന്നുവെന്ന് വർഗീസ് ജോർജ്. സീറ്റില്ലെങ്കിലും പാർട്ടി UDFലേക്ക് പോയേക്കില്ല. തൃപ്പൂണിത്തുറ സ്ഫോടനത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. സമീപത്തെ വീടുകളുടെ ജനൽ ചില്ലുകൾ പൊട്ടിത്തകർന്നു. തകർന്ന വീടുകൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നാട്ടുകാർ ഹൈക്കോടതിയിലേക്ക്. ഡോക്ടർ വന്ദനാദാസിന്റെ അച്ഛന്റെ വിലാപം കണ്ടില്ലെന്ന് നടിച്ച് സർക്കാർ. മറ്റൊരു അന്വേഷണവും വേണ്ടെന്ന് പോലീസിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി. വന്ദനയ്ക്ക് ചികിത്സ വൈകിയിട്ടില്ലെന്നും നിയമസഭയിൽ വിശദീകരണം. ഗൾഫിൽ തരംഗമായി നരേന്ദ്രമോദി. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം വൈകിട്ട് 6-ന്. വേൾഡ് ഗവൺമെന്റ് സമ്മിറ്റിൽ മോദി പങ്കെടുക്കും. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക്. രാജസ്ഥാനിൽ നാമനിർദ്ദേശ പത്രിക നൽകി. പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ റായ്ബറേലി. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഒരു എക്സ്ക്ലൂസീവ് വാർത്തയാണ് പകൽ വാർത്തയിൽ ആദ്യം. CMRLനുള്ള തീരദേശ ഖനന അനുമതി സർക്കാർ റദ്ദാക്കിയത്, വ്യവസായ വകുപ്പ് റദ്ദാക്കിയത് 2023 ഡിസംബർ 18-നാണ്. പക്ഷേ ഇക്കാര്യം ഇതുവരെ മറച്ചുവെക്കുകയായിരുന്നു. മുഖം രക്ഷിക്കാനുള്ള ഉത്തരവാണ് 2023 ഡിസംബർ 18-ന് വന്നത്. എന്തുകൊണ്ടാണ് CMRLനെതിരെയുള്ള ഉത്തരവ് വൈകിയത്? അനുമതി റദ്ദാക്കാൻ കേന്ദ്രം 2019 നിർദ്ദേശിച്ചതാണ്. പൊതുമേഖലയിൽ മാത്രം ഖനനാനുമതി മതിയെന്നായിരുന്നു കേന്ദ്രത്തിന്റെ നിർദ്ദേശം. അതിനാൽ തന്നെ 2019 ഏപ്രിലോടുകൂടി ഖനനാനുമതി റദ്ദാക്കാനും പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ടെന്നും തീരുമാനിക്കാൻ വ്യവസായ വകുപ്പ്
ശ്രമിച്ചിരുന്നു. പക്ഷേ അവിടെയാണ് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുകയും AGയുടെ നിയമോപദേശത്തിന് വിടുകയും ചെയ്തത്. ഇക്കാര്യം ഇന്നലെ മാത്യു കുഴൽനാടൻ MLA പറഞ്ഞിരുന്നു. പക്ഷേ അതിനുശേഷം ഈ ഫയലിന് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം ദുരൂഹമായിരുന്നു. AGയുടെ നിയമോപദേശം കിട്ടിയിരുന്നു. CMRLന് 2004 കിട്ടിയ അനുമതി അത് റദ്ദാക്കണം. അതുമാത്രമല്ല പുതിയ അപേക്ഷകൾ പരിഗണിക്കേണ്ട തീരദേശ ഖനന അനുമതി CMRLനും CMRLന്റെ പ്രൊമോട്ടറായ KREMLനും നൽകേണ്ട എന്നുള്ള കാര്യം വ്യവസായ വകുപ്പ് അന്നേ തീരുമാനിച്ചതാണ്. പക്ഷേ പിന്നീട് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തി അതിൽ ഇടപെട്ടതിന് ശേഷം ആ ഫയലിന് എന്താണ് സംഭവിച്ചത് എന്ന് ദുരൂഹമായിരുന്നു. അതുമാത്രമല്ല മാത്യു കുഴൽനാടൻ MLAക്ക് ഈ വിഷയം നിയമസഭയിൽ ഉന്നയിക്കുവാനും സാധിച്ചിരുന്നില്ല. അദ്ദേഹം ഇന്നലെ ഇക്കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ന്യൂസ് 18 കേരളം ഈ ഉത്തരവ് തന്നെ എന്നാണ് വ്യവസായ വകുപ്പ് CMRLനുള്ള ഖനനാനുമതി റദ്ദാക്കുകയും പുതിയ അപേക്ഷകൾ സ്വീകരിക്കേണ്ട എന്ന് തീരുമാനിച്ചതും എന്നാണ് എന്ന കാര്യം പുറത്തുവിടുകയാണ്. 2023 ഡിസംബർ 18 ഉത്തരവാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൽ വ്യക്തമായിട്ട് പറയുന്നത് കേന്ദ്ര നിർദ്ദേശമുണ്ട്. അത് 2019 ഫെബ്രുവരിയിലും മാർച്ചിലുമായി 2 തവണയായിട്ട് വന്നതാണ്. പൊതുമേഖലയിൽ മാത്രം തീരദേശ കരിമണൽ ഖനനാനുമതി മതി എന്നുള്ള കാര്യം. അതിനു പുറമെ സ്വകാര്യ കമ്പനികൾക്ക് അതുവരെ എന്തെങ്കിലും അനുമതി നൽകിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കണമെന്നും 2019 മാർച്ചിൽ കേന്ദ്ര ഖനന മന്ത്രാലയം നിർദ്ദേശം നൽകിയിരുന്നു. പക്ഷേ ഇതിൽ തീരുമാനമെടുക്കാൻ സർക്കാർ ഇത്രയും വൈകിയത് എന്തുകൊണ്ടാണ്? പ്രധാനപ്പെട്ട ആരോപണം ഉള്ളത് അതൊന്ന് ശ്രദ്ധിക്കാൻ. പ്രധാനപ്പെട്ട ആരോപണം ഉള്ളത് 2016 മുതൽ 2019 വരെയാണ് CMRL കമ്പനിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ എക്സാലോജി കമ്പനിയുമായിട്ടുള്ള ഇടപാടുകൾ നടന്നിരുന്നത്. ഈ സമയം CMRLന്റെ അപേക്ഷ മുഖ്യമന്ത്രിയുടെ പരിഗണനയിൽ ആയിരുന്നു. ഒരു തീരുമാനം അവിടെ എടുത്തിരുന്നില്ല. കേന്ദ്രത്തിന്റെ നിർദ്ദേശം ഉണ്ടായിട്ടുകൂടി ഈ ഒരു തീരുമാനം CMRLനെതിരായുള്ള തീരുമാനം വന്നില്ല. പൊതുമേഖലയിൽ മാത്രം ഖനനാനുമതി മതിയെന്ന് അന്നേ സംസ്ഥാന സർക്കാരിന്റെ വ്യവസായ നയവും ഉണ്ടായിരുന്നു. അതുമാത്രമല്ല 2016 സുപ്രീം കോടതിയുടെ ഉത്തരവ് അനുസരിച്ച് വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് ഖനനാനുമതി നൽകാതെ 2004 നോട്ടിഫൈ ചെയ്തു കൊടുത്ത പ്രദേശം CMRLൽ നിന്ന് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ അതൊന്നും ചെയ്യാതെ എന്തുകൊണ്ട് ഇത് ദീർഘിപ്പിച്ചു? ഇതിനുള്ള ചോദ്യങ്ങൾ പലതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് CMRLനെ ഒരു സ്വകാര്യ പൊതുമേഖലാ സംയുക്ത സംരംഭമായി കാണിച്ചുകൊണ്ട് ഈ പൊതുമേഖലയ്ക്ക് നൽകുന്ന ആനുകൂല്യം നൽകുവാനുള്ള ശ്രമമാണോ നടന്നത്? അങ്ങനെ വരികയാണെങ്കിൽ തീരദേശ കരിമണൽ ഖനനത്തിനുള്ള അനുമതി കിട്ടുമായിരുന്നു. IREയുടെ മോഡലിൽ കിട്ടുമായിരുന്നു. ഇന്ത്യൻ റെയറെക്സിന്റെ മോഡലിൽ കിട്ടുമായിരുന്നു. KMMLന്റെ മോഡലിൽ കിട്ടുമായിരുന്നു. പക്ഷേ അതിനുള്ള ശ്രമമാണോ നടന്നത് എന്നുള്ള ദുരൂഹമായ ഒരു സംശയമാണ് നിലനിൽക്കുന്നത്. ഇതിന് മറുപടി പറയേണ്ടത് മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കാൻ മാത്യു കുഴൽനാടൻ MLA അനുവദിച്ചിരുന്നില്ല. എന്തായാലും 2023 ഡിസംബർ 18 ഉത്തരവ് അതിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് പറയുന്നത് CMMLനും KREMLനും CMRLന്റെ പ്രൊമോട്ടർ കമ്പനിക്കും ഖനനാനുമതി നൽകുവാൻ കഴിയുകയില്ല. അതിന് കാരണം കേന്ദ്രത്തിന്റെ നിർദ്ദേശം 2019 വന്നതാണ്. ഇങ്ങനെ ഒരു അനുമതി നൽകാൻ പാടില്ല സ്വകാര്യ കമ്പനിക്കെന്ന്. അതുകൊണ്ട് ഇക്കാര്യം പരിഗണിച്ചുകൊണ്ട് നേരത്തെ 2004 നൽകിയിരിക്കുന്ന അനുമതി റദ്ദാക്കുന്നു. പുതിയ അപേക്ഷകൾ CMRLൽ നിന്ന് കിട്ടിയിരുന്നു. ആ അപേക്ഷകളും പരിഗണിക്കില്ല എന്ന് വ്യവസായ വകുപ്പിന് വേണ്ടി പ്രിൻസിപ്പൽ സെക്രട്ടറി തന്നെയാണ് APM മുഹമ്മദ് ഹനീഷാണ് ഇങ്ങനെ ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് മാത്യു കുഴൽനാടൻ MLA ഈ ആരോപണം ഉന്നയിച്ചതിന് ശേഷം ന്യൂസ് 18 കേരളത്തിൽ തന്നെ പൈൻ ഡിബേറ്റിൽ പങ്കെടുത്തുകൊണ്ട് CPMന്റെ പ്രമുഖനായ നേതാവ് K അനിൽകുമാർ പറഞ്ഞത് എക്സാലോജിക്കുമായി CMRL നടത്തിയ ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ല ഈ ഒരു ഉത്തരവ് വന്നത്. അതിനു മുൻപ് തന്നെ ഖനനാനുമതി വേണ്ട എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നുവെന്ന് ഇക്കാര്യത്തിൽ അദ്ദേഹം തർക്കിച്ചിരുന്നു. അദ്ദേഹം ഇന്നലെ നടത്തിയ ആ പ്രതികരണം കേട്ടതിന് ശേഷം ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി TG സജിത്തിലേക്ക് പോകാം. ആദ്യം ഇന്നലെ രാത്രി ന്യൂസ് 18 കേരളത്തിന്റെ പ്രൈം ഡിബേറ്റിൽ K അനിൽകുമാർ പറഞ്ഞ വാചകങ്ങൾ കേൾക്കാം. CMRLന്റെ നിവേദനങ്ങൾക്കനുസരിച്ച് തീരുമാനമെടുക്കാനായിട്ട് ഈ കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി. അതേ ഉള്ളൂ സാർ ചോദ്യം. എന്നിട്ട് കഴിഞ്ഞ മാസമാണ് CMRLുമായുള്ള ഇടപാടിന്റെ വിവരം പുറത്തു വന്നതിന് ശേഷമല്ലേ സാർ ഈ തീരുമാനം വന്നത്? അങ്ങനെ ഒരു അനുമതി കൊടുക്കേണ്ട എന്ന് സംശയമുണ്ടോ താങ്കൾക്ക് അക്കാര്യത്തിൽ? പച്ചക്കള്ളം പിന്നെ എന്നാണ് വന്നത്? എനിക്കും സംശയമുള്ള കാര്യമാണ്. 2019 തന്നെ വന്നോ ഇല്ലയോ എന്നുള്ള അല്ല എനിക്കും സംശയമുള്ള കാര്യമാണ്. പക്ഷെ എന്റെ വിശ്വാസം കഴിഞ്ഞ മാസമാണ് വന്നതെന്ന്. കാരണം കഴിഞ്ഞ മാസം അങ്ങനെ ഒരു വാർത്ത സർക്കാരിൽ നിന്ന് ഡേറ്റ് പറയൂ.
ഡിസംബർ 23, 22 ആ ഒരു കാലഘട്ടം. ഈ കഴിഞ്ഞ മാസം 2023 താങ്കൾക്ക് വെരിഫൈ ചെയ്യാം. എന്ത് വാർത്താക്കുറിപ്പ്? താങ്കൾ വെരിഫൈ ചെയ്തോളൂ. ഞാൻ എന്റെ അഭിപ്രായം പറഞ്ഞു. താങ്കൾ വെരിഫൈ ചെയ്തോളൂ. അല്ല, താങ്കൾ പറയൂ. നാക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, കള്ളം പറയരുത്. എന്നാൽ താങ്കൾ പറയൂ. മഞ്ജുഷേ, അല്ല, താങ്കൾ പറയൂ. എന്താണ് റദ്ദാക്കിയത്? താങ്കൾ പറയൂ. അല്ല, താങ്കൾ പറയൂ എന്താണ് റദ്ദാക്കിയതെന്ന്. നിങ്ങൾ പറയൂ. നിങ്ങൾ പറഞ്ഞ കള്ളം നിങ്ങൾ എന്റെ കാര്യം ഞാൻ പറഞ്ഞു. കഴിഞ്ഞ മാസമാണ് റദ്ദാക്കിയതെന്ന്. താങ്കളുടെ അഭിപ്രായം താങ്കൾ പറയൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ ആദ്യം കേൾക്കൂ. എനിക്ക് അഭിപ്രായമില്ല. നിങ്ങൾ പറയേണ്ട കാര്യം, നിങ്ങൾ ഈ ചർച്ചയിൽ എന്നോടൊരു കള്ളം പറഞ്ഞു. ഏത് കള്ളം? നിങ്ങൾ പറഞ്ഞു ഏത് കള്ളം? ഈ പറയുന്ന ഇടപാട് പുറത്തു വന്ന ശേഷം റദ്ദാക്കി. ഒരു പത്രപ്രവർത്തകന്റെ സത്യസന്ധതയിലാണെങ്കിൽ നിങ്ങളോട് ഇപ്പം പറഞ്ഞ കാര്യം അതാണ്. വീണ വിജയനുമായി ബന്ധപ്പെട്ട എക്സാലോജിക്കിന്റെ വിവരം പുറത്തു വന്ന ശേഷം റദ്ദാക്കി എന്നാണ് നിങ്ങളുടെ വാദം. അങ്ങനെയെങ്കിൽ ആ വിവരം പുറത്തു വന്നത് എപ്പോഴാണ്? 2023 സെപ്റ്റംബറിലാണ് പുറത്തു വരുന്നത്. താങ്കൾ പത്രം വായിക്കാത്ത കഴിഞ്ഞ മാസം പുറത്തു വന്നതാണ്. ഞാൻ പത്രം വായിക്കുന്നില്ല. നിങ്ങൾ ആ ഉത്തരവ് ഹാജരാക്കൂ. നിങ്ങളൊരു ചർച്ച കള്ളം പറയാൻ അവതാരകം എന്ത് പറയാനാ മഞ്ജുഷ്? അനിൽകുമാർ ചോദിച്ച ആ ഉത്തരവാണ് ഇപ്പോൾ ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. അത് കൃത്യമായിട്ട് 2023 ഡിസംബർ 18 വ്യവസായ വകുപ്പ് ഇറക്കിയത്. അത് മാത്രമല്ല, എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്ന് മാസങ്ങൾക്ക് ശേഷമാണ് ഈ ഉത്തരവ് പുറത്തു വന്നത്. അതായത് അനുമതി, CMRലുള്ള അനുമതി റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവ്. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി TG സജിത്ത് ചേരുന്നുണ്ട് ന്യൂസ് ഡെസ്കിൽ ഇത്. സജിത്ത്, എന്തായാലും CPMന്റെ വാദം ഇക്കാര്യത്തിൽ പൊളിയുകയാണ്. ഇന്നലെ ചാനൽ ചർച്ചകളിൽ CPMന്റെ നേതാക്കൾ പറഞ്ഞിരുന്നത് ഇതാണ്: എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമൊന്നുമല്ല, അതിന് മുൻപ് തന്നെ ഏതാണ്ട് 2020 രാജീവിന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് 2020 തന്നെ AGയുടെ നിയമോപദേശം കിട്ടിയിരുന്നു. CMRലിനും KREMLനും, അതായത് അവരുടെ പ്രൊമോട്ടേഴ്സ് ആണല്ലോ, അവരാണല്ലോ ഖനനം നടത്തുന്നവർ, അവർക്കും ഇങ്ങനെ ഒരു അനുമതി നൽകേണ്ട, 2004 കൊടുത്ത അനുമതി റദ്ദാക്കുകയാണ് നല്ലത് എന്നുള്ള കാര്യം AG പറഞ്ഞിരുന്നു. അത് കേന്ദ്ര നിർദ്ദേശം പാലിച്ചുകൊണ്ടായിരിക്കണം എന്നും. പക്ഷേ ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണല്ലോ, ഈ ഉത്തരവ് വന്നത് 2023 ഡിസംബർ 18 അപ്പോൾ ഇത്രയും നാൾ എന്തിന് ഈ അപേക്ഷ പരിഗണിച്ചുകൊണ്ടിരുന്നു സംസ്ഥാന സർക്കാർ എന്ന ചോദ്യം ബാക്കിയാവുകയല്ലേ? ആ സമയത്ത് തന്നെയാണല്ലോ എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാട് നടന്നതും. തീർച്ചയായും അതിൽ ദുരൂഹത ആരോപിക്കുന്നവർക്ക് കൃത്യമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന തെളിവ് തന്നെയാണ് ഈ സർക്കാർ ഉത്തരവ്, ഈ സർക്കാർ രേഖ, നമ്മളിപ്പോൾ പുറത്തുവിട്ട രേഖ എന്ന കാര്യത്തിൽ തർക്കമില്ല. മഞ്ജുഷ സൂചിപ്പിച്ച ആ സമയക്രമം ഒന്നുകൂടി ആവർത്തിക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ കേന്ദ്ര ധാതു വകുപ്പിൽ നിന്നും, അതായത് ഈ കരിമണൽ ഖനനം പൊതുമേഖലയിൽ മാത്രമേ പാടുള്ളൂ എന്ന ഉത്തരവിൽ അസന്നിഗ്ധമായ ഉത്തരവ് പുറത്തിറങ്ങിയത് ഏറ്റവും ഒടുവിൽ 19/3/2019 കേന്ദ്ര നിർദ്ദേശം സംസ്ഥാനത്തിൽ ലഭിക്കുന്നത്. ഇതിന് ഏറ്റവും ഒടുവിൽ 22/7/2020 അഡ്വക്കേറ്റ് ജനറലും ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിക്കൊണ്ട് സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകി. ഇതിനുശേഷം 3 വർഷത്തിന് ശേഷം, 4 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ അന്തിമ ഉത്തരവ്, ഈ അനുമതി നിഷേധിച്ചുകൊണ്ടുള്ള ഉത്തരവ് സംസ്ഥാന വ്യവസായ വകുപ്പ് പുറത്തിറക്കുന്നത് എന്നതാണ് ഇതിൻ്റെ അകത്തെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത്. അതായത് എന്തുകൊണ്ട് 4 വർഷത്തോളം ഈ ഉത്തരവിൽ ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ സംസ്ഥാനം കാത്തിരുന്നു എന്നതാണ് ഉയരുന്ന ചോദ്യം. ഇവിടെ ഇതിന് പശ്ചാത്തലം ഒരുക്കുമ്പോഴാണ് എക്സാലോജിക്കും മാസപ്പടി വിവാദവും കൂടി വന്നതിന് ശേഷം മല്ലേ ഇക്കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തത് എന്ന ചോദ്യം ഉണ്ടാവുന്നത്. അത് സ്വാഭാവികമായും രാഷ്ട്രീയമായി സർക്കാരിനെതിരെ ഉയരുന്ന ആരോപണമാണ്. ആ ആരോപണത്തിൽ കഴമ്പുണ്ട് എന്ന് തെളിയിക്കുന്ന രേഖകളാണ് ഈ ഉത്തരവിലൂടെ പുറത്തു വരുന്നത് എന്നതിൽ തർക്കമൊന്നുമില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ വഴിയോ അല്ലെങ്കിൽ പൊതുമേഖലയിൽ മാത്രമേ കരിമണൽ ഖനനം അനുവദിക്കാനാവൂ എന്ന കൃത്യമായ കേന്ദ്ര നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഈ ആരോപണ വിധേയമായ കമ്പനിയെ പൊതുമേഖലയിലേക്ക് കൊണ്ടുവരാൻ സർക്കാർ നീക്കം നടത്തിയോ? ഈ ആരോപണം നേരത്തെ പ്രതിപക്ഷം ഉന്നയിക്കുന്നതാണ്. അത്തരമൊരു ശ്രമം നടത്തുകയായിരുന്നോ സർക്കാർ ഈ കാലയളവിലൂടെ ചെയ്തത് എന്നതാണ് ഉയരുന്ന ചോദ്യം. ഒരുപക്ഷെ നമ്മളത് രാഷ്ട്രീയമായി ഉയർത്തുന്നതിനപ്പുറം അത് പ്രതിപക്ഷമൊക്കെ രാഷ്ട്രീയമായി ഉയർത്തേണ്ട ഒരു വിഷയമാണ്. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, 4 വർഷത്തോളം ഇക്കാര്യത്തിൽ സർക്കാർ ഒരു ദുരൂഹത ഉയർത്തുന്ന മനഃപൂർവ്വമുള്ള വൈകിപ്പിക്കൽ നടത്തി എന്നതാണ്. അതെന്തിനു വേണ്ടിയായിരുന്നു വൈകിപ്പിക്കൽ? ഈ വൈകിപ്പിക്കലിനിടയിലാണ് എക്സാലോജിക് വിവാദവും വീണ വിജയന്റെ കമ്പനിയും മാസപ്പടി വിവാദവും ഒക്കെ ഉയർന്നു വരുന്നതും ഈ KMRL കമ്പനിയൊക്കെ വിവാദത്തിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും ഈ സേവനം എന്താണ് എന്ന ചോദ്യത്തിന് സേവനം ഇതായിരുന്നോ എന്നുള്ള സംശയം ഉന്നയിക്കേണ്ടി വരും. കാരണം എക്സാലോജിക്കും വീണ വിജയനും CMRL നിന്ന് പണം കൈപ്പറ്റിക്കൊണ്ടിരുന്ന ആ സമയത്ത് തന്നെയാണ് അവരുടെ അപേക്ഷ സർക്കാരിന്റെ മുമ്പിൽ ഉണ്ടായിരുന്നത്. അതുമാത്രമല്ല, 2016 കോടതി വിധി അനുസരിച്ച് വേണമെങ്കിൽ സർക്കാരിന് ഉടൻ തന്നെ തീരുമാനമെടുക്കാമായിരുന്നു ഖനനാനുമതി കൊടുക്കേണ്ട എന്ന്. അതല്ലെങ്കിൽ സർക്കാരിന്റെ വ്യവസായ നയത്തിൽ 2018 വ്യക്തമായി പറഞ്ഞിരുന്നു പൊതുമേഖലയ്ക്ക് മാത്രമേ തീരദേശ കരിമണൽ ഖനനം സാധ്യമാകൂ എന്ന്. അതനുസരിച്ച് ചെയ്യാമായിരുന്നു. അതല്ലെങ്കിൽ 2019 വന്ന കേന്ദ്ര
ഖനന മന്ത്രാലയത്തിന്റെ 2 ഉത്തരവുകൾ അതുപ്രകാരം ചെയ്യാമായിരുന്നു. ഇതൊന്നും ചെയ്യാതെ വൈകിപ്പിക്കുകയും അത് മാത്രമല്ല വ്യവസായ വകുപ്പ് 2019 ഏപ്രിലോടുകൂടി തീരുമാനമെടുക്കാൻ പോകുന്ന സമയത്ത് മുഖ്യമന്ത്രി ഫയൽ വിളിച്ചു വരുത്തുകയും അവിടെ നോട്ടായിട്ട് എഴുതുകയും ചെയ്യുന്നു AGയുടെ നിയമോപദേശത്തിന് പോട്ടെ എന്ന്. അപ്പോൾ ഇതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ പ്രതിപക്ഷം പറയുന്ന ആരോപണങ്ങൾക്ക് ബലം കൂടുകയല്ലേ ചെയ്യുന്നത്. അതുമാത്രമല്ല സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ പൊതുമേഖലയിൽ കൊണ്ടുവരുവാനും CMRLനെ, അതായത് ഏതെങ്കിലും ഒരു പൊതുമേഖലാ കമ്പനിയുടെ പങ്കാളിത്തം കൂടുതലായിട്ട് ഉറപ്പിച്ച് അത് IREയെ കൂടി ഉൾപ്പെടുത്തുവാനുള്ള ശ്രമം നടക്കുന്നു എന്നുള്ള ആരോപണം ഉണ്ടായിരുന്നു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കരിമണൽ ഖനന രംഗത്ത് CMRLന് പങ്കാളിത്തം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം സർക്കാരിൽ നിന്ന് ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യത്തിന് മറുപടി നൽകേണ്ടത് മുഖ്യമന്ത്രിയല്ലേ ഇപ്പോൾ. കാരണം ഇതേ വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷം ആഗ്രഹിച്ചിരുന്നു, പക്ഷേ സമ്മതിച്ചില്ല. തീർച്ചയായും ഈ ഉത്തരവിൽ ഇത്തരം വൈകലുണ്ടായത് എന്തുകൊണ്ട് എന്ന ചോദ്യത്തിന് സർക്കാരിന് മറുപടി പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ഈ സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി P. രാജീവ് മാധ്യമങ്ങളെ കണ്ട് ഇക്കാര്യങ്ങൾ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോഴും അഡ്വക്കേറ്റ് ജനറലിന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം, അതായത് ഖനനാനുമതി നിഷേധിച്ചത് എന്ന കാര്യം സർക്കാർ ഔദ്യോഗികമായി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇത് 2020 നടന്ന കാര്യമാണ്. പിന്നെ 2024 എന്തുകൊണ്ട് 23 വരെ എന്തിനു വേണ്ടി ഇതിന് കാത്തിരുന്നു? 2023 ഡിസംബർ 18 വരെ എന്തിന് കാത്തിരുന്നു എന്ന ചോദ്യം സ്വാഭാവികമായും ഉയരും. അവിടെയാണ് ഇപ്പോൾ പറഞ്ഞ വിവാദങ്ങൾ വരുന്നത്. ഒരു പക്ഷേ ഈ മാസപ്പടി വിവാദവും മറ്റു കാര്യങ്ങളും ഈ വിവാദത്തിലേക്ക് കടന്നു വന്നിരുന്നില്ലെങ്കിൽ ഇനിയും വൈകിയേനെ ഈ തീരുമാനമെടുക്കാൻ എന്ന രാഷ്ട്രീയ ചോദ്യം. ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ കോൺഗ്രസ് നേതാവ് ശ്രീ ജ്യോതികുമാർ ചാമക്കാല ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഈ ഉത്തരവ് എന്ന് പറയുന്നത് 2023 ഡിസംബർ 18 സംസ്ഥാന വ്യവസായ വകുപ്പിന്റേതാണ്. അതിൽ പറയുന്നത് CMRLന് നേരത്തെ നൽകിയിരുന്ന ആ ഒരു ഖനനാനുമതി ഉണ്ടല്ലോ, അത് പിന്നീട് ഫ്രീസ് ചെയ്യപ്പെട്ടിരുന്നു UDF സർക്കാരിന്റെ കാലത്ത് തന്നെ. പക്ഷേ അത് ഇനി പുനഃപരിശോധിക്കേണ്ട, അത് റദ്ദാക്കുന്നു, പ്രിമർച്ചോർലി റദ്ദാക്കുന്നു എന്നുള്ള കാര്യമാണ് ഈ ഉത്തരവിൽ പറയുന്നത്. അത് മാത്രമല്ല പുതിയ അപേക്ഷകളും അവർ നൽകിയിരുന്നു, പക്ഷേ അതും നൽകേണ്ട എന്ന് തീരുമാനിച്ചു. എന്തുകൊണ്ട് ഇത്രയും കാലതാമസം എന്ന ചോദ്യം ഉയരുമോ ഇല്ലയോ? തീർച്ചയായിട്ടും. ഇതിനു മുമ്പ് എനിക്ക് പറയാനുള്ളത്, ഇത് ഈ UIMS 87/2003 ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെന്റ് ഇറക്കിയിട്ടുള്ളത് 18/12 ഇന്നലെ നിങ്ങളുടെ ടിക്കറ്റുമായി ബന്ധപ്പെട്ട് ശ്രീ അനിൽകുമാർ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള വെല്ലുവിളിയൊക്കെ ഞാൻ കിട്ടുന്നു. അദ്ദേഹം കൂടി ഈ ചർച്ചയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ്. കഴിയുമെങ്കിൽ PCR പറഞ്ഞിട്ട് അദ്ദേഹത്തോട് കണക്ട് ചെയ്യാൻ പറയണം. ഏതായാലും ഈ ഇതുമായി ബന്ധപ്പെട്ട് 2016 യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നിന്ന് ജഡ്ജിമെന്റ് വരുമ്പോൾ തന്നെ ഇതിലൊരു നടപടി സ്വീകരിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അന്ന് തന്നെ ഇതിലെ നടപടികളുമായി മുന്നോട്ട് പോവുകയും ഈ കരിമണൽ ഖനനം സ്വകാര്യ മേഖലയിൽ നിന്ന് പരിപൂർണമായും ഒഴിവാക്കാൻ കഴിയുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു. എന്നാൽ സർക്കാർ ശ്രമിച്ചില്ല എന്ന് മാത്രമല്ല, പിന്നീട് സുപ്രീം കോടതി ജഡ്ജിമെന്റ് വന്നു മാത്രമല്ല, പിന്നീട് ഇത്തരത്തിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഉത്തരവ് അറ്റോമിക് മിനറൽ കൺസ്ട്രക്ഷൻ റൂള് 2019 വന്നതിന് ശേഷവും സ്വകാര്യ മേഖലയിൽ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോലും അതുപോലും നടപ്പിലാക്കാൻ 4 വർഷത്തിലധികം വേണ്ടി വന്നു എന്നുള്ളത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. തൃപ്തവുമില്ല. ഈ 4 വർഷത്തെ മാസം പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് ഇത്തരത്തിലുള്ള റൂൾ പാസ്സാക്കിയതിനു ശേഷം ഈ ഉത്തരവിറക്കുന്നതിന് കാലതാമസം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ച് മറുപടി പറയേണ്ടത് ഇൻഡസ്ട്രീസ് വകുപ്പാണ്. അതിന്റെ കാരണം മുഖ്യമന്ത്രിയുടെ ഇടപെടലാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. കാരണം മുഖ്യമന്ത്രി തന്നെ ഇതുമായി ബന്ധപ്പെട്ട് പല ഘട്ടങ്ങളിലും ഈ കാര്യത്തിൽ ഇടപെട്ടുള്ളതിന്റെ രേഖകൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോ ശരി, ശ്രീ ജ്യോതികുമാർ ചാമക്കാല, ഇപ്പോൾ ശ്രീ K. അനിൽകുമാർ ടെലിഫോൺ ലൈൻ ചേരുകയാണ്. ശ്രീ K. അനിൽകുമാർ, താങ്കൾ ഇന്നലെ പറഞ്ഞിരുന്നു പ്രൈം ഡിബേറ്റിൽ എക്സാലോജിക്കും CMRLുമായുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ പുറത്തു വന്നതിന് ശേഷമല്ല ഈ CMRLന്റെ ഖനനാനുമതിയുടെ കാര്യത്തിൽ ഒരു ഉത്തരവ് സർക്കാരിൽ നിന്നുണ്ടായത് എന്ന്. അതേ എന്ന് തെളിയിക്കുന്ന രേഖയാണ് ന്യൂസ് 18 കേരളം പുറത്തുവിടുന്നത്. ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഡിസംബറിൽ അങ്ങനെ ഒരു ഉത്തരവ് വന്നിരുന്നു എന്ന്. ഡിസംബർ 18 കേട്ടോ കൃത്യം ഡേറ്റ് ഈ ഉത്തരവിന്റെ. അതിലാണ് പറയുന്നത് അനുമതി കൊടുക്കുന്നില്ല എന്നുള്ള കാര്യം. എന്തുകൊണ്ട് ഈ കാലതാമസം എന്നുള്ള ചോദ്യമാണ് വരുന്നത്. എന്തുകൊണ്ട് 2019 തന്നെ തീരുമാനമെടുത്തില്ല? എന്തുകൊണ്ട് ഇത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നു? നമ്മള് ഈ ഒരു കാര്യം പറയുമ്പോൾ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞിട്ട് അതിന്റെ ഭാഗമായിട്ട് ചർച്ച സംഘടിപ്പിച്ചാൽ അതിനേക്കാൾ വലിയ വിഡ്ഢിത്തരത്തിലേക്ക് പോകും. അങ്ങനെ വിഡ്ഢിത്തരുടെ മഹാസംഘവുമായിട്ട് ഇത്തരം ചർച്ചകൾ മാറുന്നു എന്നുള്ളത് വളരെ വളരെ അപമാനകരമാണ്. ഞാൻ ചോദിക്കുന്നൊരു ചോദ്യം എന്താണ്, 2004 ഏഷ്യാനെറ്റ് സർക്കാർ ലീസിന് അനുമതി കൊടുക്കുന്നത്. കർത്താവിന്റെ തന്നെ സ്ഥലത്തല്ലേ ലീസ്? സർക്കാർ സ്ഥലത്താണോ ലീസ്? എന്ത് മണ്ടത്തരമാണ് കുഴൽനാടൻ പറയുന്നത്?
കർത്താവ് അയാളുടെ കയ്യിൽ വെച്ചിരിക്കുന്ന സ്ഥലത്ത് ഖനനത്തിനുള്ള അനുമതിയാണ് ആന്റണി സർക്കാർ കൊടുക്കുന്നത്. ആ അനുമതി റദ്ദാക്കിയതിനെതിരായിട്ട് അയാൾ ഹൈക്കോടതി പോയി. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും സുപ്രീം കോടതിയും കർത്താവിന് അനുകൂലമായി വിധിച്ചു. വിധിച്ചത് 2016 അത് ഏപ്രിൽ മാസം 8-ാം തീയതിയാണ്. ആ ഉത്തരവ് സുപ്രീം കോടതി വന്ന ശേഷം ആ ഉത്തരവ് നടപ്പാക്കാൻ പിണറായി സർക്കാരിന് എന്തെങ്കിലും തടസ്സമുണ്ടായിരുന്നോ? സുപ്രീം കോടതി വിധിച്ചിരിക്കുകയാണ്. അങ്ങനെ സുപ്രീം കോടതിയുടെ ഒരു വിധി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ എന്നാ ഉത്തരവ് നടപ്പാക്കിക്കോട്ടെ എന്ന് പിണറായി സർക്കാർ വിചാരിച്ചാൽ നിങ്ങളുടെ മുമ്പിൽ തലയും കുറിച്ച് ഞങ്ങൾ നിൽക്കണം. ഞങ്ങൾ തലമുണിച്ച് ഇരുടെ കാര്യമില്ല. അതിന് കാരണം എന്താണ്? 2016 തൊട്ട് 2019 സുപ്രീം ഹൈക്കോടതിയുടെ കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നവരെ കൃത്യമായിട്ട് അവർക്ക് ഖനനം നടത്താൻ അനുവദിച്ചിരുന്നു നിയമം അനുവദിച്ചിട്ടും കർത്താവിനെ കേരളത്തിൽ ഖനനം നടത്താൻ പിണറായി സർക്കാർ അനുവദിച്ചില്ല എന്നുള്ളതല്ലേ വസ്തുത. അതിന് തലതിരിച്ച് വർത്താനം പറയുന്നതോടെ നമ്മൾ എന്ത് വർത്താനം പറയാനാ? ബഹുമാനപ്പെട്ട മഞ്ജുഷോട് ഞാൻ ചോദിക്കുക, 2016 ഏപ്രിൽ മാസം 8-ാം തീയതി മുതൽ 2019 കേന്ദ്ര സർക്കാരിന്റെ പുതിയ ചട്ടങ്ങൾ വരുന്നവരെ ഈ കരിമണൽ കമ്പനിക്ക് കേരളത്തിൽ അവരുടെ സ്ഥലത്ത് കുഴിച്ചെടുക്കുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടായിരുന്നോ? തടസ്സമുണ്ടായിരുന്നു. സുപ്രീം കോടതിയിൽ ഓപ്ഷൻ ഉണ്ടായിരുന്നു. സുപ്രീം കോടതി പറഞ്ഞിരുന്നു സ്വകാര്യ മേഖലയ്ക്ക് ഖനനാനുമതി കൊടുക്കുന്നതിൽ തടസ്സമില്ല, പക്ഷേ അതിൽ തീരുമാനം സർക്കാരിന് എടുക്കാം. അതായത് വേണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ തീരുമാനം സർക്കാരിന് എടുക്കാം. പൊതുമേഖലയിൽ തന്നെ കൊടുത്താൽ മതി എന്നാണ് സർക്കാരിന്റെ തീരുമാനമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതായത് ഇപ്പോൾ ഈ 2023 ഡിസംബർ 18 ഉത്തരവുണ്ടായിരുന്നുവല്ലോ, ഏതാണ്ട് അതിന് സമാനമായ ഉത്തരവ് അന്ന് തന്നെ ഇറക്കാമായിരുന്നു. ഞാൻ മറിച്ചൊരു ചോദ്യം ചോദിക്കട്ടെ. അതിന് മുൻപുള്ള 5 വർഷം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തും ഒരു തടസ്സവും ഉണ്ടായിരുന്നില്ല, ഇത്രയും തടസ്സം പോലും ഉണ്ടായിരുന്നില്ല. അന്ന് സുപ്രീം കോടതിയുടെ ഉത്തരവില്ലായിരുന്നു, ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെയും സിംഗിൾ ജഡ്ജിയുടെയും ഉത്തരവേ ഉണ്ടായിരുന്നുള്ളൂ. അന്ന് ഈ രണ്ടാമത്തെ ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല, സ്വകാര്യ മേഖലയ്ക്ക് നൽകാമെന്നായിരുന്നു അന്നത്തെ ഉത്തരവ്. എന്നിട്ട് അന്ന് ഉമ്മൻചാണ്ടി കൊടുത്തില്ലല്ലോ. ഉത്തരം പറയാം. നിങ്ങളിപ്പോ ഉമ്മൻചാണ്ടിയെ വാനോളം പുകഴ്ത്തുകയാണ്. ഏത് ഉമ്മൻചാണ്ടിയെ? കരിമണൽ കമ്പനിയിൽ നിന്ന് കള്ളപ്പണമായിട്ട് പോയി ഉമ്മൻചാണ്ടിയെ. ആന്റണി അതിനേക്കാൾ വാനോളം പുകഴ്ത്തുകയാണ്. കാരണം എന്താണ്? കോടതിയിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ടത് ആന്റണിയാണ്. കോടതിയിൽ നിന്ന് ഭൂതത്തെ തുറന്നു വിട്ട് 2004 കരാറിന് അനുമതി കൊടുത്ത ഖനനത്തിന് അനുമതി കൊടുത്ത ഉമ്മൻചാണ്ടി അല്ല, AK ദിദ്യനാണ്. പിന്നെ ഉമ്മൻചാണ്ടി ദിദ്യനാണ്. പിന്നെ ആരാ കുറ്റവാളി? പിണറായി വിജയൻ മാത്രം. എന്താ കുറ്റം? 2016 സുപ്രീം കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് അന്തിമമായി വിധിച്ചിട്ടും 2019 വരെ ഈ കേരളത്തിൽ ഖനനം നടക്കാത്തതിന് ഏക ഉത്തരവാദിത്വം പിണറായി വിജയൻ ഗവൺമെന്റാണ്. ഞങ്ങൾ ഒരു ഖനനവും അന്നും ഇന്നും അനുഭവിച്ചിട്ടില്ല. 2019 കേന്ദ്ര സർക്കാരിന്റെ ഉത്തരവ് വരുന്നത് വരെയും ഇത് ഖനനത്തിന് അനുമതി ഉണ്ട്, സുപ്രീം കോടതി അനുമതി ഉണ്ട് എന്നാ നിങ്ങളൊന്ന് നടത്ത്, വേറെ തടസ്സങ്ങളില്ലല്ലോ എന്നല്ല. 2019 അല്ല, താങ്കൾ പറയുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കിയില്ല ശ്രീ പിണറായി വിജയൻ എന്ന് 2016 അധികാരത്തിൽ വന്നപ്പോൾ. അങ്ങനെയാണെങ്കിൽ 2019 എല്ലാം ക്ലിയർ ആയിരുന്നുവല്ലോ. 2019 2 നിർദ്ദേശങ്ങൾ കേന്ദ്ര സർക്കാരിൽ നിന്ന് വന്നു. എന്നിട്ട് എന്തുകൊണ്ട് വന്നില്ല അന്നിങ്ങനെ ഒരു ഉത്തരവ്? 4 വർഷം ഒരു ഉത്തരവ് ഇറക്കാൻ കാത്തു നിൽക്കണോ ശ്രീ കെ അനിൽകുമാർ? എന്ത് കാര്യമാണ് താങ്കൾ പറഞ്ഞത്? കുപ്പിയിൽ നിന്ന് ഇറക്കിവിട്ട ഭൂതത്തെ 2019 ഒന്ന് കുടത്തിലാക്കാൻ പാടില്ലായിരുന്നോ? അതിനുത്തരം പിന്നെന്താണ്? 2019 കേന്ദ്ര സർക്കാരിന്റെ ചട്ടങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ രാജ്യത്തെ നിയമം? ഖനനം പാടില്ല എന്നിരിക്കെ പ്രത്യേക ഉത്തരവിന്റെ ആവശ്യമുണ്ടോ? ഒരു ഉത്തരവിന്റെ ആവശ്യമില്ല. നിങ്ങൾ പറയുന്ന ഉത്തരവിന്റെ ആവശ്യമില്ല. 2019 തൊട്ട് സ്വകാര്യ ഭൂമിയിൽ ഖനനമേ പാടില്ല ഏത് ലൈസൻസ് ഉണ്ടെങ്കിലും എന്ന് വന്നാൽ ആ ഉത്തരവ് കേന്ദ്ര സർക്കാരിന്റെ ചട്ടം നിലനിൽക്കുന്നിടത്തോളം കാലം ഖനനം പാടില്ലല്ലോ. ഇവിടെ എന്താണ് പ്രശ്നം? സുപ്രീം കോടതിയിൽ ഒരു കേസും അതിന്റെ വിധിയും അവിടെ കിടക്കുമ്പോൾ അതിൽ നിയമപരിശോധന വേണം. ആ നിയമപരിശോധനയുടെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അവർക്കനുകൂലമായ നിലപാട് പിണറായി സർക്കാർ എടുത്തിട്ടില്ല എന്നല്ലേ അഡ്വക്കേറ്റ് ജനറലിന്റെ 2020 ഉപദേശം കിടക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഞങ്ങൾ തലകുനിക്കേണ്ടത് എപ്പോഴാണ്? ഇത് അനുകൂലമായി ഖനനം നടത്താൻ ഞങ്ങൾ എപ്പോഴെങ്കിലും നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിൽ നിങ്ങൾ പറയുന്നതിന് ഞങ്ങൾ തലകുനിക്കും. 2016-2019 കാലഘട്ടം എന്ന് പറയുന്നത് CMR-ലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടുകൾ നടന്നിരുന്ന കാലഘട്ടമാണ്. അതേ സമയത്ത് തന്നെയാണ് സർക്കാരിന്റെയും, ഒന്നുകൂടി മുകളിലേക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയുടെ നേരിട്ടുള്ള പരിഗണനയിൽ ഈ ഫയൽ ഉണ്ടായിരുന്നത് ശ്രീ കെ അനിൽകുമാർ. അപ്പോൾ
സംശയം സ്വാഭാവികമായിട്ടും ഇക്കാര്യത്തിൽ ഉണ്ടാകും. ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതല്ല 2019 നിങ്ങളൊരു തീരുമാനം എടുത്തിരുന്നുവെങ്കിൽ ഓക്കെ, ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. രാജീവ് പോലും ഇന്നലെ പറഞ്ഞത് 2020 നിയമോപദേശം കിട്ടിയെന്ന്. പിന്നെ ആ ഫയൽ എവിടെ? അപ്രത്യക്ഷമായത് എങ്ങോട്ട്? ഈ ദുരൂഹതയൊക്കെ അകറ്റണമെങ്കിൽ നിയമസഭയിൽ ഈ ഒരു വിഷയം ഉന്നയിക്കാനെങ്കിലും അനുവദിച്ചാൽ മതിയായിരുന്നു. അവിടെ മുഖ്യമന്ത്രി മറുപടി നൽകിയാൽ മതിയായിരുന്നു. കാര്യം അവിടെ കണ്ട് കഴിഞ്ഞു. 2023 ഈ ഉത്തരവ് തിടുക്കപ്പെട്ട് ഇറക്കിയത് എക്സാലോജിക്കും CMRലും തമ്മിലുള്ള ഇടപാടിന്റെ വിശദാംശങ്ങൾ നാട്ടുകാരെല്ലാം അറിഞ്ഞപ്പോൾ മുഖം രക്ഷിക്കാനല്ലേ എന്ന് ചോദിച്ചാൽ എന്ത് മറുപടിയാണ്? താങ്കൾ ഇന്നലെ വലിയ വായിൽ വാദിക്കുന്നത് കേട്ടു. അങ്ങനെയൊന്നുമല്ല, 2023 ഡിസംബറിലൊന്നും അല്ല ഈ ഉത്തരവ് വന്നത് എന്നൊക്കെ. അങ്ങനെയൊക്കെയാണ് എന്ന് തെളിയിക്കുന്നത് കൂടിയാണ് ഈ ഉത്തരവിന്റെ കോപ്പി. ഒരു തെളിയിക്കലുമില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, വിഡിത്തരം നിങ്ങൾ വീണ്ടും പറയരുത്. 2019 കേന്ദ്ര സർക്കാർ ചട്ടം കൊണ്ടുവരുന്ന പിന്നെ ഖനനത്തിന് അവകാശമുണ്ടോ? അവിടെ അപ്പോൾ അത് റദ്ദ് ചെയ്യണമെങ്കിൽ ആര് റദ്ദ് ചെയ്യണം? ഉദ്യോഗസ്ഥന്മാർ റദ്ദ് ചെയ്യണം. മുഖ്യമന്ത്രി അല്ല റദ്ദ് ചെയ്യേണ്ടത്, ഉദ്യോഗസ്ഥന്മാർ റദ്ദ് ചെയ്യേണ്ടത്. റദ്ദ് ചെയ്ത് എന്ത് വേണം? നിയമപരിശോധന വേണം. നിയമപരിശോധന നടത്തി കഴിഞ്ഞപ്പോൾ ഒരു കാരണവശാലും ഇത് കൊടുക്കേണ്ടതില്ല എന്ന് അഡ്വക്കേറ്റ് ജനറലിന്റെ ഉത്തരവ് വാങ്ങിയതല്ലെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന്റെ ഉപദേശം വാങ്ങിച്ചത് ആരാ? ഈ പിണറായി സർക്കാരാണ്. എന്തിനു വേണ്ടിയാണ്? കൊടുക്കാതിരിക്കാനാണ്. കൊടുത്തിട്ടില്ലല്ലോ. അപ്പോഴും സർക്കാരിന്റെ പരിഗണനയിൽ ഈ ഫയൽ ഉണ്ടായിരുന്നു. ഈ അപേക്ഷകൾ സർക്കാരിന്റെ പരിഗണനയിൽ ഉണ്ടായിരുന്നു. മറ്റൊരു കാര്യം കൂടി സർക്കാർ നോക്കിയിരുന്നു. ഒരു സംയുക്ത സംരംഭം എന്ന നിലയ്ക്ക് CMRലിനെ കൊണ്ടുവരാൻ പറ്റുമോ, പൊതുമേഖലയുടെ സപ്പോർട്ടോടുകൂടി കൊണ്ടുവരാൻ പറ്റുമോ എന്നൊക്കെ നോക്കിയിരുന്നു ശ്രീ K. അനിൽകുമാർ. ഇതൊക്കെ താങ്കൾക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അത് സമ്മതിക്കാൻ മടിയാണ്. ശരിയാണ്, അതൊരു തെളിവില്ലാത്ത കാര്യമാണ്, ശരിയാണ്. പക്ഷേ എങ്കിലും അത്തരം ശ്രമങ്ങളൊക്കെ നടന്ന ഒരു കാലഘട്ടമല്ലേ ഈ 4 വർഷം എന്ന് ചിന്തിച്ചു പോവുകയാണ് കേട്ടോ. ശരി, നന്ദി. എന്തായാലും താങ്കൾ ഇന്നലെ പറഞ്ഞത് അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ഒരു രേഖയാണ് എന്ന് ഞാൻ പറയുകയാണ്. താങ്കൾ ഇന്നലെ എന്നെ കള്ളം പറയുന്നു എന്ന് പറഞ്ഞിരുന്നു. അതല്ല കേട്ടോ, ആ രേഖ, ആ ഉത്തരവ് വന്നത് 2023 ഡിസംബർ 18 ഒരിക്കൽ കൂടി പറയുകയാണ്. നന്ദി ശ്രീ K. അനിൽകുമാർ. എന്തായാലും പൊതുമേഖലയിൽ മാത്രം അനുമതി മതി എന്ന കേന്ദ്ര നയം വൈകിയാണെങ്കിലും സംസ്ഥാന സർക്കാർ അംഗീകരിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് 2023 ഡിസംബർ 18 ഇങ്ങനെയൊരു ഉത്തരവ് വന്നത്. ഇതിലൂടെ CMRലിന് തീരദേശങ്ങളിൽ ഖനന അനുമതി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. പക്ഷേ എന്തുകൊണ്ട് ഈ വൈകൽ എന്ന ചോദ്യം ഇപ്പോഴും അവശേഷിക്കുകയാണ്. 2016 മുതൽ 2023 വരെയുള്ള കാലഘട്ടത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെയൊരു ഉത്തരവ് വന്നില്ല എന്ന്. പകൽ വാർത്ത മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. വയനാട് പടമലയിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഒരാഴ്ച മുമ്പാണ് പടമലയിൽ ആന ഒരു കർഷകനെ കൊന്നത്. ഇതേ സ്ഥലത്ത് തന്നെ, ഏതാണ്ട് ഇതിന് തൊട്ടടുത്ത് തന്നെ, ഒരു വീട്ടമ്മ കടുവയുടെ മുന്നിൽ പെടുകയായിരുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കഷ്ടിച്ചാണ് ഈ വീട്ടമ്മ രക്ഷപ്പെട്ടത്. കടുവയുടെ ആക്രമണം ഉണ്ടായത് പടമലയിൽ തന്നെയാണ്. ആന കർഷകനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ഏതാണ്ട് അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ആക്രമണം ഉണ്ടായത്. ജനങ്ങൾ ഇപ്പോഴും ഭീതിയിലാണ്. ആ ദൃശ്യങ്ങൾ കാണാം. വീട്ടമ്മ നടന്നു വരുന്ന ദൃശ്യം കാണാം. തൊട്ടു മുന്നിലേക്കാണ് കടുവ ചാടിയത്. ഈ വിഷയത്തിൽ ആ വീട്ടമ്മയുടെയും ഒപ്പം നാട്ടുകാരുടെയും പ്രതികരണങ്ങൾ കാണാം. എൻ്റെ വീട് ഇവിടെ തൊട്ടടുത്താണ്. റോഡിലോട്ട് കയറി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പം ഞാൻ അങ്ങേ വശത്തുനിന്ന് എന്തോ ഒരു ഒച്ച കേട്ടു, ഞെരിയുന്ന ഒരു ഒച്ച. ആദ്യം ഞാൻ ഓർത്തു ആനയായിരിക്കും എന്ന്. ആനയാണോ മാനാണോ എന്ന് എനിക്കറിയില്ല. അത് കഴിഞ്ഞപ്പോൾ വലിയൊരു അലർന്ന ഒരു കരച്ചിൽ കേട്ടപ്പോൾ ഞാൻ ഇങ്ങനെ സൈഡിലോട്ട് മാറി കഴിഞ്ഞപ്പോൾ ഒന്നോടെ കരയണ കേട്ടപ്പോൾ എനിക്ക് തോന്നി ആനയാണ്. ഭയങ്കര എല്ലാം ഇളക്കി പറിച്ചു വരുന്ന പോലത്തെ ഒരു ഒച്ചയാണ് കേട്ടത്. വേഗം ഞാൻ മേലേക്ക് കയറി കഴിഞ്ഞാൽ ആ മേലെ വീട്ടിലെ ചേട്ടനെ വിളിച്ചോണ്ടാണ് കയറുന്നത്. അവർ കേട്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. അന്നേരത്തേക്ക് അത് ഇങ്ങനെ ചാടി വരുന്ന പോലെ എനിക്ക് തോന്നി. ഞാൻ വേഗം സൈഡിലോട്ട് മാറി ആ വീട്ടിലെ ചേട്ടനോട് വിളിച്ചു എന്നെ ഒന്ന് ഞാൻ അവിടെ ചെന്നപ്പോഴത്തേക്ക് വീണുപോയി. പിന്നെ അവരാണ് എന്നെ പിടിച്ച് അങ്ങോട്ട് മേലോട്ട് കയറ്റിയത്. ഞാനങ്ങും അറിയുമല്ല ഇതെന്താ ഇങ്ങനെ പാസ് ചെയ്ത ഒറ്റ പോക്ക. ഞാൻ മുറ്റത്ത് നിന്ന് മുറുക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നു. അപ്പോൾ ഉണ്ട് ഈ ചേച്ചി ഇതിലെ കയറി വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിച്ചു, ചേച്ചി എന്താ ചേച്ചി വരുന്നത്, എന്താ ചേച്ചി പറ്റിയെന്ന് ചോദിച്ചു. എന്ത് ചേച്ചി എന്ന് കൊണ്ട് ഇറങ്ങി വന്നു. ഇറങ്ങി വരുമ്പോഴാണ് കടുവ തൊട്ട് പുറകെ, ഈ ചേച്ചിയുടെ പുറകെ പിടിച്ചില്ല എന്നുള്ളതാണ്. കൈ ഇങ്ങനെ വീശുന്നുണ്ട് കടുവ. അപ്പത്തേന് ഈ ചേച്ചി ഇടത്ത് ഭാഗത്തേക്ക് ചാടി ആ കാപ്പിക്കകത്തോടെ കയറിയിട്ട് ഇപ്പുറത്തെ തിണ്ട കയറിയപ്പോഴത്തേക്ക് കടുവ, ഞാൻ അലറി കിടന്നുണ്ട്. പോയപ്പോഴത്തേനും കടുവ എൻ്റെ വീടിൻ്റെ മുറ്റത്തൂടെ കയറി. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ കൂടെ ഒരു പൂച്ചയുണ്ടായിരുന്നു. അതിനെ ഓടിച്ച് തൊട്ട് പറമ്പിലേക്ക് കയറുപോയത്. എങ്ങനെ വലിയ വലിപ്പമുള്ള കടുവയാണ്. ഈ പൊക്കമുണ്ട്, ഒരു നല്ല നീളമുണ്ട്, ഭയങ്കര നീളമുണ്ട്. അതിന് വാലിന് തന്നെ ഈ നീളമുണ്ട്. നമ്മുടെ കേരളത്തിലെ വനം വകുപ്പിന്റെ ഏറ്റവും വലിയ ദുരവസ്ഥയാണ് കണ്ടത്. ഈ വനം വകുപ്പിലെ സ്റ്റാഫ് സ്വന്തം ജീവൻ പണയം വെച്ച് പോകുന്നതിന് ഒരു ഉദാഹരണം കണ്ടത്. 4 ഫോറസ്റ്റ് സ്റ്റാഫ് ഇവിടെ വന്ന് അതിനെ ഓടിക്കാൻ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്യാൻ പോയ അവരുടെ കയ്യിൽ വെറും ഒരു ബോക്സ് ഗുണ്ട്. ഇവരുടെ ജീവൻ എന്ത് വിലയുള്ളത്?
ഞങ്ങളുടെ ജീവൻ, ഞങ്ങൾ ഹോമിക്കപ്പെട്ടാണ് ഞങ്ങളുടെ ജീവൻ. ഇപ്പൊ ആ പോയ കടുവ തിരിച്ചങ്ങനെ വന്ന ഈ ഫോറസ്റ്റുകാർ എന്ത് ചെയ്യും? 4 പേരിൽ ഒരാളെ കൊണ്ട് കടുവ പോവും, യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പൊ അവരുടെ അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ നിർബന്ധിതരാവുകയാണ്. അതായത് ഇത്രയും ദുരവസ്ഥയിലും ജോലി ചെയ്യാനും നാടിനെ സംരക്ഷിക്കാനും അവർ നിർബന്ധിതരാവുക. ഇവരുടെ കയ്യിലുള്ള 2 പടക്കവും ഇവരുടെ കയ്യിലുള്ള ചെറിയൊരു കുറുവടിയും മാത്രമാണ് ഇവർക്ക് ആകപ്പാടുള്ളത്. ഒരു ആനയെ വന്നാലോ കടുവ വന്നാലോ തുരത്താനൊക്കെ ആയിട്ട്. അപ്പം ഞങ്ങളുടെ നാട്ടിലുള്ള എല്ലാ ചെറുപ്പക്കാരും ഇതിനു വേണ്ടിയിട്ട് സജീവമായിട്ട് ഇറങ്ങാറുണ്ട്. പ്രത്യേകിച്ച് പിന്നെ വയലിലെ വിളകളൊക്കെ ആവുന്ന സമയത്ത് കാവൽ കിടന്നിട്ടാണ് നെല്ല് വരെ ഇവിടെ കൊയ്തെടുക്കുന്നത്. ഈ വന്യമൃഗങ്ങളിലെ നാട്ടിലിറങ്ങുന്ന ജനങ്ങളുടെ ജീവിതം ഇപ്പോൾ ദുഷ്കരമായിട്ടുണ്ട്. കൂടാതെ നിത്യ ജോലി ചെയ്യുന്നവർക്കും കൂലിപ്പണിയർക്കും തോട്ടം മേഖല ജോലി ചെയ്യുന്നവർക്കും ജോലി ചെയ്യാം. ബന്ധപ്പെട്ട അധികാരികൾ ആദ്യം പ്രഖ്യാപിക്കുന്നത് 144, പിന്നെ ജനജീവിതം സംഭവിച്ചല്ലോ. അത് ബന്ധപ്പെട്ട അധികാരികൾക്ക് അവർക്കെല്ലാ ജീവിത സാഹചര്യം ഗവൺമെന്റിൽ നിന്ന് കിട്ടും, ബന്ധപ്പെട്ട കർഷകർക്ക് ഒന്നുമില്ല. ആനഭീതിയിൽ ഇരിക്കുവായിരുന്നു, പുറത്തിറങ്ങാൻ പേടിയാ. വിറക് പറക്കാൻ പോലും ഞാൻ പറമ്പിലേക്ക് പോകുന്നില്ല. ഇങ്ങനത്തെ പൂടത്തുള്ളി ഇട്ടാണ് കത്തിക്കുന്നത്. ഞാൻ ഇവിടുന്ന് പറഞ്ഞേക്കുന്ന പറമ്പിൽ കയറി പോകരുതെന്നാ പറഞ്ഞേക്കുന്നത്. അത് കാരണം ഞാൻ പോക്കൂല. മനുഷ്യന്റെ ജീവനും സ്വത്തിനും ഒരു സുരക്ഷയില്ല. ഇപ്പൊ ഈ നാട്ടില് യാതൊരു വിധത്തിലുള്ള സുരക്ഷയില്ല. ഒരാൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല. രാവിലെ ഇവിടെ മിക്കവാറും ആൾക്കാര് പശു കർഷകരാണ്. രാവിലെ പാലളക്കാൻ പോകുന്നവരുണ്ട്, ടാപ്പിങ്ങിന് പോകുന്ന ആൾക്കാരുണ്ട്, രാവിലെ കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ട്. ഇവരുടെയൊക്കെ ജീവൻ എന്ത് സുരക്ഷയാണുള്ളത്? ഞങ്ങൾക്ക് ഇതുപോലെയുള്ള ആൾ ജീവിക്കേണ്ട ആളുകൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഞങ്ങളുടെ വരുമാന മാർഗങ്ങളൊക്കെ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് പശു കറന്ന് ഈ ഉപജീവന മാർഗം കഴിയുന്നു, ജീവിക്കണമല്ലോ. മറ്റുള്ള ആളുകൾക്കെന്ന് പറഞ്ഞാൽ സർക്കാരുകൾ എന്ത് ചെയ്യണം? അവർക്കെല്ലാം മാന്യമായ ശമ്പളം, ജീവിക്കാനുള്ള വേതനം കിട്ടുന്നുണ്ട്. ഇപ്പം ഓരോ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കാൻ തയ്യാറാവാതെ ഞങ്ങളെ തന്നെ ഭിന്നിപ്പിച്ച്, ഞങ്ങളെ കോൺഗ്രസ്സുകാർ, മാർക്സിസ്റ്റുകാർ, BJP-കാരായിട്ട് ഞങ്ങളെ ഭിന്നിപ്പിച്ചിട്ടാണ് ഇവർ ഭരിക്കുന്നത്. ഞങ്ങൾ ഒന്നിച്ച് നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ അനീഷ് ഉണ്ട് ഇതേ സ്ഥലത്ത് നിന്ന് തന്നെ. അനീഷ്, ഇപ്പോൾ നാട്ടുകാർ വലിയ രീതിയിൽ ഇക്കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടാണ് പടമലയിലുള്ളവർക്ക് ഇപ്പോഴും. പക്ഷേ വനം വകുപ്പ് ആനയുടെ പിന്നാലെ നടക്കുകയാണല്ലോ. ഇവിടെ ചില നാട്ടുകാർ പറയുന്ന കേട്ടു, വനം വകുപ്പിന്റെ കൈവശം ഒന്നുമില്ല, ഈ കടുവയെ തുരത്താനായിട്ടും ഒരു കാര്യവും വനം വകുപ്പിന് ചെയ്യാൻ കഴിയില്ല, പിന്നെ ഞങ്ങളുടെ ജീവന് എന്ത് ഉറപ്പാണ് ഉള്ളതെന്ന്. ഇപ്പോൾ പടമലയിലെ ഒരു അവസ്ഥ എങ്ങനെയാണ്? തീർച്ചയായും അജീഷിന്റെ ജീവൻ പൊലിഞ്ഞതുപോലെ തന്നെ ഇന്ന് രാവിലെ മറ്റൊരു ജീവൻ കൂടി ഒരുപക്ഷെ പൊലിയേണ്ടതാണ്. സെക്കൻഡുകളുടെ 100-1 അംശം എന്നൊക്കെ പറയുന്ന പോലെയാണ് അലിസി എന്ന വീട്ടമ്മ രാവിലെ പള്ളിയിൽ പോകാനായി പോയപ്പോൾ ഈ കടുവയുടെ ഭീഷണിയിൽ, അതായത് വളരെ ചെറിയ ഒരു ദൂരവ്യത്യാസമാണ് കടുവയും ഈ വീട്ടമ്മയും തമ്മിൽ ഉണ്ടായിരുന്നത്. എന്തായാലും വലിയൊരു അത്യാഹിതം ഇന്ന് ഒഴിവായതിൻ്റെ ഒരു ആശ്വാസം നാട്ടുകാർക്കുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരി ആശങ്കയും പരാതികളും പെരുകുകയാണ്. കാരണം ഈ ഒരാളെ കൊന്ന് ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും ആനയെ പിടികൂടാൻ ഇതുവരെ ദൗത്യസംഘം രൂപീകരിച്ചിട്ടും കഴിഞ്ഞിട്ടില്ല. കാട്ടിൽ എല്ലാ ദിവസവും പുലർച്ചെ 5:30 മുതൽ പരിശോധനകൾ നടക്കുന്നു, കുങ്കിയാനകളുമായുള്ള തെരച്ചിൽ നടത്തുന്നു. ഇതൊക്കെ ചെയ്താലും മയക്കുവെടി എന്ന കാര്യം മാത്രം ഇപ്പോഴും അകന്നു നിൽക്കുകയാണ്. ഈ കേരള കർണാടക അതിർത്തിയായ ബാവലി ഭാഗത്ത് ഒരു പുഴയുടെ സമീപം ഇപ്പോൾ ആന നിൽക്കുന്നതായി വിവരങ്ങളുണ്ട്. രാവിലെ മുതൽ ആ ഭാഗത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തമ്പടിച്ചു നിൽക്കുന്നു. ഒപ്പം ഈ ദൂര പരിശോധനയ്ക്കായി തെർമൽ ക്യാമറ അടക്കമുള്ള സംവിധാനങ്ങൾ തൃശ്ശൂരിൽ നിന്നും ഇന്ന് രാവിലെ എത്തിച്ചിട്ടുണ്ട്. അതായത് 2 കിലോമീറ്റർ ദൂരത്തിൽ നിൽക്കുന്ന വസ്തുക്കളെ ഈ താപനിലയൊക്കെ അടിസ്ഥാനപ്പെടുത്തി കണ്ടെത്താൻ കഴിയുന്ന ഒരു ഉപകരണമാണിത്. കാരണം ഇവർക്ക് തിരിച്ചടിയായി മാറിയിരുന്നത് ഈ കൊങ്ങിണിക്കാട്ടിലും അല്ലെങ്കിൽ വലിയ കാടുകൾക്കുള്ളിലും പെട്ട് നിൽക്കുമ്പോൾ, കുറ്റിക്കാട്ടിനുള്ളിലും നിൽക്കുമ്പോൾ ആനയെ തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നതായിരുന്നു. എന്തായാലും ആനയുടെ സാന്നിധ്യം ഈ ക്യാമറ വെച്ച് കാട്ടിനുള്ളിൽ നിന്ന് കണ്ടെത്താൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയുണ്ട്. അതുപയോഗിച്ചുള്ള പരിശോധനകൾ ഇപ്പോൾ തുടരുകയാണ്. പക്ഷേ ഇപ്പോഴും ശുഭകരമായൊരു വാർത്ത കാട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്നില്ല. കൃത്യമായി ആനയെ ട്രാക്ക് ചെയ്യാൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ട്രാക്കിംഗ് ചെയ്ത് ഏതാണ്ടൊരു ലൊക്കേഷൻ കൃത്യമാണെങ്കിൽ പോലും മുഖാമുഖം ദൗത്യസംഘത്തിന് ഇന്ന് ആനയെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഒരു പരിശോധനയുടെ ഒരു തനിയാവർത്തനം തന്നെയാവും ഇന്നും ഉണ്ടാവുക എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ദൗത്യം ഒരു വശത്തിങ്ങനെ നീണ്ടു പോകുന്നു, മറുവശത്താണ് ആനയ്ക്ക് പകരം കടുവ ഇന്ന് ഇറങ്ങിയിരിക്കുന്നത്. ആ കടുവയെ കണ്ടെത്താനുള്ള തെരച്ചിലുകൾ രാവിലെ നടത്തിയെങ്കിലും അതും വിജയകരമായി മാറിയിട്ടില്ല. കാരണം ഈ വടമല ഭാഗത്തു നിന്നും പോയ ശേഷം പിന്നീട് മറുവശത്തുള്ള ഒരു കോളനിയിലേക്കും അവിടെ നിന്നൊരു കുന്നിലേക്കുമാണ് പോയത്. പിന്നീട് ആന ഈ കടുവ കാട്ടിലേക്ക് ഇറങ്ങിയെന്നാണ് ഇപ്പോൾ നാട്ടുകാരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് അവിടെയുള്ള പരിശോധന ഇതിനകം വനംവകുപ്പ് അവസാനിപ്പിച്ചിട്ടുണ്ട്. മറുവശത്ത് ഈ കടുവയ്ക്ക് വേണ്ടിയുള്ള ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ തന്നെ ഇപ്പോഴും ഊർജിതമായി നീക്കിയിരിക്കുകയാണ്. വലിയ പ്രതിഷേധത്തിലാണ്, നിരാശയിലാണ്, സങ്കടത്തിലാണ് ഇവിടുത്തെ ജനങ്ങൾ. ഊർജിതമായിട്ടുള്ള വനംവകുപ്പിന്റെ ശ്രമം കഴിഞ്ഞ 5 ദിവസമായി തുടരുകയാണ് ഇപ്പോഴും. പക്ഷേ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ വനംവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അതിന് പിന്നാലെയാണ് കടുവയുടെ ആക്രമണവും ഇതേ സ്ഥലത്ത് തന്നെ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട അജീഷിന്റെ ഭാര്യ ഷീബ
ന്യൂസ് 18 കേരളവുമായി സംസാരിക്കുകയുണ്ടായി. നഷ്ടപരിഹാരമല്ല യഥാർത്ഥത്തിൽ വേണ്ടത്, മനുഷ്യജീവൻ സംരക്ഷിക്കുകയാണ് വേണ്ടതെന്ന് ഷീബ ന്യൂസ് 18 കേരളത്തോട് പറഞ്ഞു. നമ്മുടെ സങ്കടം നമുക്കല്ലേ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയത്തില്ലല്ലോ. ഇതേപോലെ ഞാനിരുന്ന് ഞാനും എൻ്റെ മക്കളും ഇരുന്ന് കരയുന്ന പോലെ ആരും കരയാൻ ഇടവരില്ല. അതിനൊരു വരുത്തുക, അതെ. എന്നിട്ടും ഒരു ഇതുമില്ല. അപ്പോൾ അതേ കടുവ വന്നു. ഞങ്ങളതിൻ്റെ തൊട്ടിപ്പറേ, പള്ളീൻ്റെ ഇപ്പറയാണല്ലോ, ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നു. അന്നേരമാണ് എന്നിട്ട് ഞങ്ങൾ താഴത്തൊരു വീട്ടിലോട്ട് ഓടിപ്പോവുകയായിരുന്നു. ഞങ്ങൾ പള്ളിയിൽ പോവുമല്ലായിരുന്നു അന്നേരല്ലേ. അന്നേരം ഞങ്ങൾ താഴത്തോട്ട് പോയി. നമുക്കറിയില്ലല്ലോ ഇനി എന്താ വരുന്ന, ആനയാണോ ഒന്നും അറിയില്ലായിരുന്നു. ഒന്നും പറ്റൂല. ഇതേ ഭയങ്കര ഒരു ഇതായില്ലേ, ഇപ്പൊ തന്നെ ഇത് തന്നെ ന്യൂസ് തന്നെ കണ്ടില്ലേ. പിന്നെ ഇങ്ങനെ ഒരു ഗതി ഒരു ആൾക്കും വരില്ലേ. ഇവിടെയല്ല, വയനാട്ടിലല്ല, ലോകത്തൊരു മനുഷ്യനും ഒരു ജീവനും പോകാതെ ഇങ്ങനെ കാട്ടുമൃഗങ്ങളെ എന്തിനാ ഇങ്ങനെ കാട്ടുമൃഗങ്ങൾ മനുഷ്യന് മക്കള് സ്കൂളിൽ പോകണം. എത്ര ദിവസമായി മക്കളൊക്കെ സ്കൂളിൽ പോയിട്ട്. ഒന്ന് പള്ളി ഇത് നോക്കാം, നമ്മുടെ പള്ളി ഇത്ര അടുത്തല്ല, നമുക്ക് അവിടം വരെ ഒന്ന് കയറി പോകാൻ. ആ ചേച്ചീന്റെ വീട് നോക്കിയ രണ്ടാമത്തെ വീട് പള്ളീന്റെ മുന്നിലുള്ള വീടല്ല, അത്ര അടുത്തല്ലേ. ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പൊ നഷ്ടപരിഹാരം കിട്ടിയില്ലേലും നമുക്കില്ല, നമ്മുടെ ആള് നമുക്ക് ഇനി എന്തെന്ന് പറഞ്ഞാലും ഇവിടെ തിരിച്ചെത്തുവോ, വരൂലല്ലോ. അതുകൊണ്ട് ഇങ്ങനെ ഒരാളും ഒരു കാരണവശത്താലും, ഇതുകൊണ്ടല്ല വേറെ കാരണത്താലാണ് ഇങ്ങനെ ഒരു ഗതി വന്ന ഒരു പെണ്ണുങ്ങളും പിള്ളേരും ഇരുന്ന് കരയാനുള്ള ഇടവരല്ലേ. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വയനാട്ടിലെ ഈ വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കുകയുണ്ടായി. മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം തടയാൻ നിയമ ഭേദഗതി ആവശ്യപ്പെടുന്ന പ്രമേയം നിയമസഭ പാസാക്കി. നിലവിലെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം വന്യജീവി ആക്രമണങ്ങൾ പൂർണ്ണമായി തടയാൻ കഴിയില്ലെന്ന് പ്രമേയം അവതരിപ്പിച്ച് വനമന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാൻ കുര്യൻ ചേരുന്നുണ്ട് നിയമസഭയിൽ നിന്ന്. ഡാൻ, പലതവണയായിട്ട് നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചതാണ്. മുൻപും ഈ വിഷയം പലതവണ ഇല്ല, ഈ ഒരു വയനാട്ടിലെ വന്യജീവി ആക്രമണം കൂടുന്ന പശ്ചാത്തലത്തിൽ മാത്രമല്ല അതിനു മുൻപും ഉള്ളതാണ്. പക്ഷേ നിലവിലുള്ള നിയമം ഒന്നിനും അനുവദിക്കുന്നില്ല എന്ന മറുപടിയല്ലേ ഇന്നും ഉണ്ടായിട്ടുള്ളൂ. ഒരു പ്രമേയം പാസ്സാക്കുന്നതിനപ്പുറം എന്ത് പുതിയ നിർദ്ദേശങ്ങളാണുള്ളത്? മഞ്ജുഷ, നിലവിൽ കേരളത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിൽക്കുന്ന നിയമങ്ങൾ അത് സംസ്ഥാനത്തിന്റെ തുടർച്ചയായി ഉണ്ടാകുന്ന വന്യജീവി ആക്രമണങ്ങൾ തടയുന്നതിൽ പരിമിതി സൃഷ്ടിക്കുന്നു എന്ന കാര്യമാണ് പ്രധാനമായി ഈ പ്രമേയത്തിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യം, ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന് നൽകിയിട്ടുള്ള എല്ലാ അധികാരങ്ങളും ചീഫ് ഫോറസ്റ്റ് കൺസർവേഷന് കൈമാറുമെന്ന് ഈ പ്രമേയത്തിൽ പറയുന്നുണ്ട്. അതോടൊപ്പം ഇതിൽ ഭേദഗതി വരുത്തിക്കൊണ്ട് ഡിസ്ട്രിക്ട് ഫോറസ്റ്റ് ഓഫീസർക്ക്, ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർക്ക് കൂടി ഇതിന്റെ ഈ ചുമതലകൾ, അതായത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡിന്റെ ചുമതലകൾ DFOയ്ക്ക് കൂടി കൈമാറുന്ന തരത്തിലേക്കുള്ള ഭേദഗതികൾ വരുത്തണമെന്ന് T. സിദ്ദിഖ് MLA ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും കണക്കിലെടുത്തിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാട്ടുപന്നിയെ ക്ഷുദ്രജീവിയായി ഉൾപ്പെടുത്താൻ നടപടി സ്വീകരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുമെന്നും ഈ പ്രമേയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഐക്യകണ്ഠേനയാണ് ഈ പ്രമേയം പാസാക്കിയിരിക്കുന്നത്. ശരി, നിയമസഭയിൽ ഇത്തരമൊരു പ്രമേയം പാസാക്കിയിട്ടുണ്ട്. കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ ശ്രദ്ധയിൽപ്പെടുന്ന പശ്ചാത്തലത്തിലാണ് നിയമസഭ പ്രമേയം പാസാക്കിയത്. കഴിഞ്ഞ ദിവസമാണ് തൃപ്പൂണിത്തുറയിൽ പടക്ക ശേഖരം പൊട്ടിത്തെറിച്ചത്. ക്ഷേത്രോത്സവത്തിന് കൊണ്ടുവന്ന പടക്കമായിരുന്നു പൊട്ടിത്തെറിച്ചത്. ഈ ദിവസത്തെ ആ സ്ഫോടനം നടക്കുന്ന സമയത്തെ കൂടുതൽ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. സമീപത്തെ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ വീടുകൾ പൊട്ടിത്തെറിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. സ്ഫോടനത്തിൽ തകർന്ന വീടുകൾക്ക് ഇതുവരെ നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഹൈക്കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിലാണ് ഇപ്പോൾ സമീപത്തെ വീട്ടുകാർ. നഗരസഭയുമായി ഇവർ ചർച്ച നടത്തിയിരുന്നു. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഡാനി പോളിന്റെ റിപ്പോർട്ട് കാണാം. തൃപ്പൂണിത്തുറ ചൂരക്കാട്ടുണ്ടായ വെടിക്കെട്ട് അപകടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നാശനഷ്ടം തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അതിനൊപ്പമാണ് പരിസരവാസികൾ
അവർക്ക് നഷ്ടപരിഹാരം തേടി അത് ഉറപ്പാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത്. ഇപ്പോൾ നഗരസഭയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രദേശവാസികളുടെ ഒരു വിപുലമായ യോഗം വിളിച്ചു ചേർക്കുകയും ഈ യോഗത്തിൽ ഇതിൽ വ്യക്തമാക്കുകയും ചെയ്തത് യാതൊരു കാരണവശാലും തങ്ങൾ ഈ നടപടികളിൽ നിന്ന് പിന്നോട്ട് പോകില്ല, കോടതിയെ സമീപിക്കാനുള്ള തീരുമാനത്തിൽ തങ്ങൾ ഉറച്ചു നിൽക്കുന്നതായിട്ടാണ് വ്യക്തമാക്കുന്നത്. ഇതിന് പ്രധാനമായിട്ട് തന്നെ പറയുന്നത് നഷ്ടപരിഹാരം വലിയ രീതിയിൽ തന്നെ വേണ്ടിവരും. അപ്പോൾ ഈ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് കാലതാമസം അടക്കമുള്ള കാര്യങ്ങളുണ്ടാകും. ഇത് ഒഴിവാക്കുന്നതിന് വേണ്ടി തന്നെയാണ് ഹൈക്കോടതിയെ സമീപിക്കുന്നതും നഷ്ടപരിഹാരം ഉറപ്പാക്കുന്നതിനും വേണ്ടിയാണ് ഈ രീതിയിലേക്ക് പോകുന്നതെന്നും അവർ വ്യക്തമാക്കുകയുണ്ട്. അതേസമയം മജിസ്ട്രേറ്റിൽ അന്വേഷണം ഇത് സംബന്ധിച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികളിലേക്ക് കടന്നിട്ടുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ടോടുകൂടി ഇത് സംബന്ധിച്ച് ആദ്യഘട്ടമായ ഉദ്യോഗസ്ഥ തലത്തിൽ നഗരസഭാ അധികൃതരുമായുള്ള കൂടിയാലോചനകൾ നടക്കും. ഇതിനുശേഷം സബ് കളക്ടറുടെ നേതൃത്വത്തിൽ അടുത്ത ദിവസം ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ കേടുപാടുകൾ സംഭവിച്ചിടങ്ങൾ, അപകടത്തിൽപ്പെട്ടവർ തുടങ്ങിയവരെ കാണുകയും ഇവരിൽ നിന്ന് നേരിട്ട വിവരങ്ങൾ അറിയുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും സർക്കാർ തലത്തിൽ എന്ത് നടപടികൾ സ്വീകരിച്ചുകൊണ്ട് എന്ത് നഷ്ടപരിഹാരം നൽകാനാണ് അത്തരം നടപടികളിലേക്ക് അടക്കം കടക്കുന്ന കാര്യങ്ങളിലേക്ക് തീരുമാനമാകുക. വലിയ രീതിയിലാണ് ഇവിടെ നാശനഷ്ടങ്ങൾ ഉണ്ടായതെന്ന് പ്രാഥമികമായിട്ട് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ആശുപത്രിയിൽ പരിക്ക് ഏറ്റ് ചികിത്സയിൽ കഴിയുന്ന 3 പേരുടെ നില ഗുരുതരമായിട്ട് തന്നെ തുടരുകയാണ്. ഇതിലൊരാളെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. മറ്റുള്ളവർ ഇവിടെ സമീപത്തെ ആശുപത്രികളിലടക്കം ചികിത്സയിൽ തുടരുകയാണ്. ഇതിൽ 4 പേരാണ് അറസ്റ്റ് ആയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റായിട്ടുള്ളത്. കൂടുതൽ പേർ ഈ പ്രതിപട്ടികയിലേക്ക് വരാനുള്ള സാധ്യതകളെല്ലാം തന്നെയുണ്ട്. അറസ്റ്റിലായ 4 പേരെയും റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ കരാറുകാരും അതോടൊപ്പം തന്നെ കരയോഗം ഭാരവാഹികളും ഉൾപ്പെടെയുള്ളവർക്കെതിരെയും കൂടുതൽ നടപടികളുണ്ടാകും. കാരണം അനുമതിയില്ലാതെ അടക്കമാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. വെടിക്കെട്ട് അപകടങ്ങളടക്കം ഇത് വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള കാരണം തന്നെയും സ്ഫോടക വസ്തുക്കൾ വലിയ രീതിയിൽ ഉപയോഗിച്ചതാണ്. അനുമതിയില്ലാതെ സ്ഫോടക വസ്തുക്കൾ ഏതെങ്കിലും രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സംബന്ധിച്ച പരിശോധന എക്സ്പ്ലോസീവ് വിഭാഗം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കൂടി റിപ്പോർട്ടുകൾ കൂടി വരേണ്ടതുണ്ട്. പോലീസ് അന്വേഷണവും ഒരു ഭാഗത്ത് തുടരുകയാണ്. ഡാനി പോളാണ് റിപ്പോർട്ട് നൽകിയത്. ഇടതുമുന്നണിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലുള്ള സീറ്റ് വിഭജന ചർച്ച പൂർത്തിയായി കഴിഞ്ഞു. പക്ഷേ RJDക്ക് അതൃപ്തിയാണ്. നേരത്തെ UDFൽ തൃപ്തി പോരാതെ LDFിലേക്ക് പോകുന്ന RJDക്ക് ഇവിടെയും രക്ഷയില്ല എന്ന സ്ഥിതിയാണ്. ലോക്സഭാ സീറ്റ് കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ബോർഡ് കോർപ്പറേഷൻ സ്ഥാനങ്ങൾ RJD രാജിവെച്ചു. നേരത്തെ കോടിയേരി ബാലകൃഷ്ണൻ ലോക്സഭാ സീറ്റ് നൽകാമെന്ന വാഗ്ദാനം നൽകിയിരുന്നതായാണ് ഇപ്പോൾ RJD നേതാക്കൾ പറയുന്നത്. VV അരുണിന്റെ റിപ്പോർട്ടിലേക്ക്. ഒരു MLA യെങ്കിലുമുള്ള എല്ലാ പാർട്ടികൾക്കും മന്ത്രിസ്ഥാനം വീതം വെച്ച് നൽകിയപ്പോഴും അന്നത്തെ LJD ഇടതുമുന്നണി നേതൃത്വം തഴഞ്ഞിരുന്നു. ഒടുവിൽ 2.5 വർഷ കാലാവധി പൂർത്തിയാക്കുമ്പോൾ മന്ത്രിമാരുടെ മാറ്റത്തിനായി തീരുമാനമെടുക്കാൻ ചേർന്ന ഇടതുമുന്നണി യോഗത്തിലും RJD തങ്ങളുടെ നിലപാട് ശക്തമായി തന്നെ പറഞ്ഞതാണ്. തങ്ങൾക്ക് സോഷ്യലിസ്റ്റുകൾക്ക് മന്ത്രിസഭയിൽ പ്രാതിനിധ്യം നൽകണം. അന്ന് മുന്നണി നേതൃത്വം അത് പരിഗണിച്ചില്ല. പകരം മുൻധാരണ പ്രകാരം രാമചന്ദ്രൻ കടന്നപ്പള്ളിക്കും KV ഗണേഷ് കുമാറിനും മാത്രം 2 വർഷ കാലയളവിലേക്ക് മന്ത്രിസ്ഥാനം നൽകുകയായിരുന്നു. ഇപ്പോൾ സീറ്റ് ഉയർത്തിയേർന്ന ഇടതുമുന്നണി യോഗത്തിലും സോഷ്യലിസ്റ്റുകൾക്ക് മത്സരിക്കാൻ അവസരം നൽകണം, പ്രാതിനിധ്യമെന്ന നേരത്തെയുള്ള അതേ ആവശ്യം ഇടതുമുന്നണി യോഗത്തിന് മുൻപാകെ RJD പ്രതിനിധികൾ വച്ചു. അപ്പോഴും അനുകൂല നടപടി അല്ല, നിലപാടല്ല മുന്നേറ്റത്തിന്റെ ഭാഗത്തുണ്ട്. അതാണ് അവരെ ചൊടിപ്പിച്ചതും ബോർഡ് കോർപ്പറേഷൻ അധ്യക്ഷ സ്ഥാനങ്ങളും അംഗത്വവും വേണ്ടെന്ന് വയ്ക്കാൻ തീരുമാനത്തിലേക്ക് എത്തിച്ചതും. എന്നാൽ ഇത് മുന്നണിയിൽ പ്രതിസന്ധിയല്ല എന്ന നിലപാടിലാണ് മുന്നണി നേതൃത്വമുള്ളത്. RJDയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും ഇടതുമുന്നണി കൺവീനർ EP ജയരാജൻ പറഞ്ഞു. RJDയുടെ തന്നെ നേതാക്കൾ കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശക്തിപ്പെടുത്തുക എന്ന നിലപാടിൽ തന്നെയാണ്. സ്വാഭാവികമായും അവർ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിൽ തെറ്റില്ല. RJDയിൽ ഇനി എന്തെങ്കിലും അവർക്ക് പ്രത്യേക കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചർച്ച ചെയ്യും. അതിലൂടെ പ്രത്യേക പ്രശ്നങ്ങളൊന്നും ഒരു വിഷയമായിട്ട് ഞാൻ കാണുന്നില്ല. കാരണം RJDയുടെ നേതാക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇനിയും എന്തെങ്കിലും പ്രശ്നങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചർച്ച ചെയ്ത് പരിഹരിച്ച് മുന്നോട്ട് പോകും. മുന്നണി നേതൃത്വത്തോട് നേരത്തെ തന്നെ ഈ സീറ്റിന്റെ കാര്യം ആവശ്യപ്പെട്ടത് ഉപേക്ഷ ചർച്ചയില്ലാതെ ഇടതുമുന്നണിയിൽ ഇങ്ങനെ ഒരു സീറ്റ് വിഭജനം ആദ്യമെന്ന നിലപാടാണ് RJDക്ക് ഉള്ളത്. മാത്രമല്ല സീറ്റ് നൽകാമെന്ന വാഗ്ദാനം ഇടതുമുന്നണി കൺവീനർ നൽകിയിരുന്നതായും RJD നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രതിഷേധം അറിയിക്കലാണ്. പാർട്ടി പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പാർട്ടിയുടെയും വികാരം അറിയിക്കാൻ അപ്പുറത്തേക്ക് ഒരു കടുത്ത നടപടിയിലേക്ക് UDFിലേക്ക് പോകുന്ന അടക്കമുള്ള കടുത്ത നടപടിയിലേക്ക് പോകാൻ ഇപ്പോഴില്ല എന്ന അഭിപ്രായവും RJD നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട്. ശ്രേയംസ് കുമാർ ഞാനുമാണ് ഉപേക്ഷ ചർച്ചയിൽ പങ്കെടുത്തത്. അന്നത്തെ ഉപേക്ഷ ചർച്ചയിൽ ഉണ്ടായ ഒരു തീരുമാനം അടുത്ത പാർലമെന്റ് ഇലക്ഷനിൽ തീർച്ചയായിട്ടും സോഷ്യലിസ്റ്റ്
ആശയക്കാരായ ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു സീറ്റ് ഉറപ്പ് തന്നിരുന്നു. എന്നാൽ ബഹുമാനായ കോടിയേരി ബാലകൃഷ്ണന്റെ നിര്യാണം മൂലമാണ് പിന്നീട് ഞങ്ങളുടെ പേര് പറയാൻ നടന്നു ഇന്നലത്തെ പ്രസ്താവന. അങ്ങനെയുള്ള ഒരു വാക്ക് ഇത്തവണത്തെ LDF ലോകത്തിൽ പാലിക്കപ്പെട്ടില്ല. മാത്രമല്ല, എപ്പോഴും ദശാബ്ദങ്ങളായി LDFിലെ സീറ്റ് ഫോർമുല നിർണയിക്കുമ്പോൾ സീറ്റ് ഫോർമുല പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഘടകകക്ഷികളുമായിട്ട് ഉഭയകക്ഷി ചർച്ച നടത്തും. ആ ഉഭയകക്ഷി ചർച്ച നടത്തി അതിൽ ധാരണയായിട്ടാണ് സീറ്റ് ഫോർമുല LDFിൽ പറയുന്നത്. പക്ഷെ ഇത്തവണ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടായിട്ടില്ല. തൽക്കാലം മുന്നണി വിടാൻ RJD ഉദ്ദേശിക്കുന്നില്ലെങ്കിലും സമീപഭാവിയിലെങ്കിലും അവർ മുന്നണി വിടുമെന്ന ഒരു വിലയിരുത്തലാണ് പൊതുവിൽ ഉള്ളത്. കാരണം UDFും RJD അങ്ങോട്ട് ചെന്നാൽ സ്വീകരിക്കും എന്ന കാര്യത്തിൽ അവർക്ക് വ്യക്തതയില്ല. അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോൾ അടിയന്തരമായി തന്നെ RJD അത്തരം നിലപാടെടുക്കുന്നത്. പക്ഷേ നിരന്തരം ഇടതുമുന്നണി അവഗണന നേരിടുന്നതിനാൽ ഒരുപക്ഷെ അവർ വൈകാതെ മാറി ചിന്തിക്കാനും ഇടയുണ്ട്. RJD വരുന്നതിൽ അത്ര എതിർപ്പില്ല എന്നുള്ള സൂചനയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ നൽകുന്നത്. നല്ല പോലെ RJD പിടയ്ക്കട്ടെ, അപ്പോൾ UDF പിടിക്കാമെന്നായിരുന്നു KPCC പ്രസിഡന്റ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. നമുക്കെന്താ, ജനാധിപത്യ സംവിധാനത്തിൽ വരാവുന്ന എല്ലാ ജനാധിപത്യ പാർട്ടികളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനം ചർച്ച ചെയ്യുന്നതിനുള്ള UDFന്റെ നിർണായക യോഗം ഇന്നാണ്. കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് കോട്ടയം സീറ്റ് കിട്ടുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞു. അതേസമയം 3ാം സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ മുസ്ലിം ലീഗ് നേതൃത്വം ഉറച്ചു നിൽക്കുകയാണ്. ഇന്നത്തെ യോഗത്തിൽ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമാകും. കണ്ണൂർ ഒഴികെയുള്ള മണ്ഡലങ്ങളിൽ സിറ്റിംഗ് MPമാർ തന്നെ മത്സരിക്കണം എന്ന പൊതുവികാരമാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റേത്. കോൺഗ്രസ് സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഹൈക്കമാൻഡാകും അന്തിമ തീരുമാനമെടുക്കുക. നിയമസഭാ സമ്മേളനം നടക്കുന്നതിനാൽ വൈകിട്ടാകും കന്റോൺമെന്റ് ഹൌസിൽ UDFന്റെ യോഗം ചേരുക. പാർട്ടി പറഞ്ഞാൽ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് ആവർത്തിക്കുകയാണ് KPCC പ്രസിഡന്റ് K. സുധാകരൻ. വ്യക്തിപരമായ തീരുമാനം മത്സരിക്കേണ്ട എന്നാണ്. 2 പദവികൾ ഒരുമിച്ച് കൊണ്ടുപോകുന്നതിലെ പ്രയാസം നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്ന് KPCC പ്രസിഡന്റ് പറയും. അത് പാർട്ടി പറയേണ്ടതാ, ഞാൻ പറയില്ല. പാർട്ടി എന്നോട് സ്ഥാനാർത്ഥിയാണെന്ന് പറഞ്ഞാൽ ഞാൻ നിൽക്കുന്നില്ല. ഇപ്പോൾ ഞാൻ പാർട്ടിക്കാരനാണ്. മത്സരിക്കേണ്ട എന്ന് പറഞ്ഞാൽ മത്സരിക്കാതിരിക്കലല്ലേ അച്ചടക്കമുള്ള പാർട്ടിക്കാരൻ്റെ. ഞാൻ എന്ത് പറയുന്നു പാർട്ടി പറഞ്ഞ് ചെയ്യും. പക്ഷേ ഞാൻ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അറിയിച്ചിട്ടുണ്ട്. ഈ 2 പോസ്റ്റും കൊണ്ടുപോകാൻ പ്രയാസമുള്ളതും കൊണ്ട് ഒരു പോസ്റ്റിനെ തന്നെ ഒതുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിനോട് എൻ്റെ AICC നേതൃത്വം എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്കറിയില്ല. അത് സ്വാഭാവികമായി ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന പ്രവർത്തകന്മാർ ആവശ്യപ്പെടും. അതിൽ മാറ്റം നിൽക്കണമെന്ന് പറയാൻ അത് സ്വാഭാവികമാണ്. സോണിയാഗാന്ധി രാജ്യസഭയിലേക്ക്. രാജസ്ഥാനിൽ നിന്നാണ് സോണിയാഗാന്ധി മത്സരിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സോണിയാഗാന്ധി പത്രികയും നൽകി. ഹിമാചലിൽ നിന്നാണ് അഭിഷേക് മനു സിംഘ്വി മത്സരിക്കുന്നത്. ബീഹാറിൽ അഭിഷേക് പ്രസാദ് സിംഗും മഹാരാഷ്ട്രയിൽ ചന്ദ്രകാന്ത് ഹണ്ടോറയുമാണ് സ്ഥാനാർത്ഥികൾ. ഗൾഫിൽ തരംഗമായി മാറുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അദ്ദേഹത്തിന്റെ സന്ദർശനം തുടരുകയാണ്. 2 ദിവസത്തെ സന്ദർശനമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് UAEയിൽ ഉള്ളത്. ഇന്നലെ അദ്ദേഹം UAEയിൽ എത്തി ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്തിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ് നടക്കുന്നത് വൈകിട്ടാണ്. അബുദാബിയിലെ ആദ്യ ഹിന്ദു ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനമാണ് ഇന്ന് പ്രധാനമന്ത്രി നിർവഹിക്കുക. കൂടുതൽ വിവരങ്ങൾ നൽകുന്നതിന് വേണ്ടി മനു ഭരത് ചേരുകയാണ്. മനു, അബുദാബിയിലെ ചടങ്ങിന് മുന്നേ മറ്റൊരു പ്രധാനപ്പെട്ട പരിപാടി കൂടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഉണ്ടല്ലോ, അതിപ്പോൾ തുടങ്ങിയിട്ടുണ്ടോ? അത് അല്പസമയത്തിനകം പ്രധാനമന്ത്രി വേൾഡ് ഗവൺമെൻറ് സമ്മിറ്റ് അഥവാ ലോക ഗവൺമെൻറ് ഉച്ചകോടിയിൽ പങ്കെടുത്ത് സംസാരിക്കും. 25 രാഷ്ട്രത്തലവന്മാർ പങ്കെടുക്കുന്ന ഈ യോഗത്തിൽ ഇന്ത്യയെ അതിഥിയായാണ് ക്ഷണിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഖത്തറും തുർക്കിയുമാണ് ഈ സമ്മേളനത്തിൽ അതിഥികളായി എത്തുന്നത്. ഭാവി സർക്കാരുകൾ എങ്ങനെ രൂപീകരിക്കണം എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള ചർച്ചകളാണ് പ്രധാനമായും ഈ സമ്മേളനത്തിൽ നടക്കുന്നത്. അപ്പോൾ ഇന്ത്യ മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആശയം പ്രധാനമന്ത്രി ഇന്ന് ഈ സമൂഹത്തിന് മുന്നിൽ വയ്ക്കും. തനിക്ക് അത് ഒരു പ്രധാനപ്പെട്ട അവസരമാണ് എന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു. അതോടൊപ്പം കഴിഞ്ഞ ദിവസം UAE പ്രസിഡന്റുമായി ചർച്ച നടത്തിയ പ്രധാനമന്ത്രി ഇന്ന് ദുബായ് ക്രൗൺ പ്രിൻസും അതുപോലെ UAEയുടെ വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്റർ കൂടിയായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മഖ്ദൂമുമായും കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ അദ്ദേഹം സെയ്ദ് മുഹമ്മദ് ബിൻ അൽ നഹ്യാനുമായും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഒട്ടനവധി സാമ്പത്തിക
വ്യാപാര വ്യവസായ മേഖലയെ സംബന്ധിച്ചുള്ള ചർച്ചകൾ ഇന്ത്യ UAE-യുമായി നടത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യയിൽ നിക്ഷേപിക്കുന്ന 7ാമത്തെ വലിയ രാജ്യമാണ് UAE. അതുപോലെ തന്നെ വ്യാപാര ബന്ധങ്ങളിൽ ഇന്ത്യ 3ാമതാണ് UAE-യും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു പ്രധാനപ്പെട്ട രാജ്യം തന്നെയാണ് UAE. അതുകൊണ്ട് ഈ ചർച്ചകൾ വളരെ സുപ്രധാനമാണ്. ഇതിനു ശേഷമാണ് പ്രധാനമന്ത്രി ഈ ബാബ്സ് മന്ദിറിൻ്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുക. അതിനുശേഷം അദ്ദേഹം ഖത്തറിലേക്ക് തിരിക്കും. ഖത്തർ ഭരണാധികാരിയുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഖത്തറും ഇന്ത്യയും തമ്മിൽ $20 ബില്യൺ ട്രേഡ് വ്യാപാര ബന്ധങ്ങളാണ് ഉള്ളത്. അത് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ചർച്ചകൾ ഖത്തറുമായി നടത്തും എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഈ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം വളരെ സുപ്രധാനമായാണ് ഇന്ത്യ കാണുന്നത്. കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു ക്ഷേത്രം ദുബായിൽ ഉണ്ടാകുക എന്നത് അല്ലെങ്കിൽ UAE-യിൽ ഉണ്ടാകുക എന്നുള്ളത് ഇന്ത്യയുടെ സാംസ്കാരിക പ്രാധാന്യം വിളിച്ചോതുന്ന തരത്തിലായിരിക്കും. മാത്രമല്ല ഈ ഒരു ക്ഷേത്രത്തിൻ്റെ ഒട്ടനവധി ആർക്കിടെക്ചറൽ സവിശേഷതകൾ ഉണ്ടെങ്കിൽ കൂടിയും ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒരു മുസ്ലിം ഭരണാധികാരിക്ക് നൽകുന്ന സ്ഥലത്ത് ഒരു ഹിന്ദു ക്ഷേത്രം നിർമ്മിക്കുന്നു. അതിൻ്റെ ലീഡ് ആർക്കിടെക്റ്റ് ഒരു കാത്തലിക് ക്രിസ്ത്യനാണ്. പ്രോജക്റ്റ് മാനേജർ സിഖ് വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ഫൗണ്ടേഷണൽ ഡിസൈനർ ഒരു ബുദ്ധിസ്റ്റാണ്. അതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി പാർസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടേതാണ്. അതിന് ഡയറക്ടർ ജെയിൻ ട്രഡീഷനിലുള്ള. അപ്പോൾ അത്രമാത്രം വൈവിധ്യമാർന്ന ഒരു സാംസ്കാരിക പ്രതലമാണ് നമുക്ക് അവിടെ ലഭിക്കുന്നത് എന്നതുകൂടി ശ്രദ്ധേയമാണ്. അതോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ, പ്രത്യേകിച്ച് വിദ്യാഭ്യാസം, ഊർജം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിലുള്ള കൂടുതൽ സഹകരണം, ഈ രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ഇതുവഴി ഉണ്ടാകുമെന്നാണ് കരുതേണ്ടത്. വൈകുന്നേരത്തെ പ്രധാനമന്ത്രിയുടെ ചടങ്ങ് എല്ലാവരും വളരെ പ്രാധാന്യത്തോടുകൂടി ഉറ്റുനോക്കുന്നു. ശരി മനു, എന്തായാലും എനിക്ക് തോന്നുന്നു 6 മണിയോടുകൂടി ചടങ്ങ് തുടങ്ങും. അബുദാബിയിലെ ചടങ്ങ് തുടങ്ങും. അതിനുശേഷമാണ് പ്രധാനമന്ത്രി ഖത്തറിലേക്ക് പോവുക. ഖത്തറിലും വളരെ പ്രധാനപ്പെട്ട ഒരു നയതന്ത്ര സന്ദർശനമാണ് പ്രധാനമന്ത്രി നടത്താൻ പോകുന്നത്. മറ്റു വാർത്തയിലേക്ക്. സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയ സംഭവത്തിൽ അടിയന്തര അന്വേഷണത്തിന് വിദ്യാഭ്യാസ മന്ത്രി ഉത്തരവിട്ടു. കോഴിക്കോട് കായക്കൊടി നെടുമണ്ണൂർ സ്കൂളിൽ ഗണപതി ഹോമം നടത്തിയ സംഭവത്തിലാണ് ഇങ്ങനെയൊരു നടപടി. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഇവിടെ നേരത്തെ ഈ CPM-ന്റെ പ്രവർത്തകരൊക്കെ സംഘടിച്ചെത്തിയതോടുകൂടി ഗണപതി ഹോമം പാതി വഴിയിൽ തടസ്സപ്പെട്ടിരുന്നുവല്ലോ. ഇപ്പോൾ എന്താണ് വിദ്യാഭ്യാസ മന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം? ദൃശ്യങ്ങളാണ് കാണുന്നത്. ഗണപതി ഹോമം നടത്തിയത് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന പൂജ നടത്തിയ മുഴുവൻ ആളുകളെയും പോലീസിന്റെ വണ്ടി കൊണ്ടുപോകും. ഇവരെ പുറത്ത് പോലീസ് എസ്കോർട്ട് ഇല്ലാണ്ട് ഇറക്കിയാൽ പിന്നീട് സംഭവിക്കുന്നത് നമ്മളാവില്ല, പോലീസിനറിയാം. അതുകൊണ്ട് നമ്മളെല്ലാം പുറത്തിറങ്ങുക, പോലീസ് ഒരു കൊണ്ടുവന്ന് താമസിക്കുക. നെടുമണ്ണൂരിൽ നടന്ന ഈ ഗണപതി ഹോമം, ഈ അവിടുത്തെ ദൃശ്യങ്ങളാണ് കാണുന്നത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ VV വിനോദ് ചേരുകയാണ്. വിനോദ്, CPM-ന്റെ കുറെ പ്രവർത്തകരാണല്ലോ സംഘടിച്ചെത്തുകയും അങ്ങനെ ഗണപതി ഹോമം തടസ്സപ്പെടുകയും ചെയ്തത്. പിന്നെ എന്താണ് സംഭവിച്ചത്? ഇവരെ പോലീസ് കൊണ്ടുപോകുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അവിടെ സംസാരം, പോലീസും CPM-ന്റെ പ്രവർത്തകരും തമ്മിലുള്ള സംസാരം കേൾക്കുന്നു. തുടർ നടപടി എന്തായിരുന്നു? എന്താണ് വിദ്യാഭ്യാസ മന്ത്രി ആവശ്യപ്പെട്ടിരിക്കുന്നത്? ഈ നെടുമണ്ണൂർ LP സ്കൂളിലാണ് ഇത്തരത്തിൽ ഗണപതി ഹോമം നടന്നത്. ഇതാണിപ്പോൾ വിവാദമായിരിക്കുന്നതും. കഴിഞ്ഞ ദിവസം രാത്രി 7 മണിയോടുകൂടി സ്കൂൾ മാനേജ്മെന്റ് നേതൃത്വത്തിൽ, മാനേജറുടെ മകന്റെ നേതൃത്വത്തിൽ അവിടെ പൂജ നടന്നു എന്നതാണ്. ഇത് അറിഞ്ഞ് സ്ഥലത്തേക്ക് CPM പ്രവർത്തകർ എത്തുകയും അപ്പോൾ തന്നെ ഈ പ്രതിഷേധിക്കുകയും ചെയ്തു. ഇന്നും ഈ പ്രതിഷേധം തുടരുന്നുണ്ട്. നെടുമണ്ണൂർ LP സ്കൂളിലാണ്, കുറ്റ്യാടിക്കടുത്തുള്ള ഈ സ്കൂളിലാണ് ഇത്തരത്തിൽ പൂജ നടന്നത്. BJP നേതാക്കളാണ് ഇത്തരത്തിൽ പൂജ നടത്തിയതെന്നാണ് CPM പ്രധാനമായും ആരോപിക്കുന്നത്. റിപ്പോർട്ട് ഇന്ന് മേലുദ്യോഗസ്ഥർക്ക് നൽകുമെന്ന് AEO വ്യക്തമാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി ഈ പൂജ നടക്കുന്ന സമയത്ത് തന്നെ പ്രദേശത്തെ CPM പ്രവർത്തകർ ഈ വിവരമറിഞ്ഞ് സ്കൂളിലേക്ക് എത്തുകയും അവിടെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. സ്കൂൾ മാനേജർ അരുണയുടെ മകൻ രുതീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇത്തരത്തിൽ പൂജ നടത്തിയത്. തുടർന്ന് ഇവിടെ എത്തി പോലീസ് ചിലരെ കസ്റ്റഡിയിലെടുത്തു. തുടർ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് പോലീസും വ്യക്തമാക്കിയിട്ടുണ്ട്. പൂജ നടന്നത് തന്റെ അറിവോടെ അല്ലെന്ന് സ്കൂൾ ഹെഡ്മിസ്ട്രസ് സജിത TK അവർ വ്യക്തമാക്കി. നേരത്തെ തന്നെ ഇവിടെ ഈ സ്കൂളിൽ നവമി, മഹാനവമി അടക്കമുള്ള ആ ദിവസം
പൂജ നടക്കാറുണ്ട്. പക്ഷെ മറ്റ് ദിവസങ്ങളിലൊന്നും ഇത്തരത്തിലുള്ള പൂജയോ മറ്റ് ചടങ്ങുകളോ ഒന്നും അങ്ങനെ സ്കൂളിൽ നടന്ന ചരിത്രമില്ല. അത് നാട്ടുകാർ ഉൾപ്പെടെ അത് പറയുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിലാണ് ഈ BJP നേതാക്കൾ സ്കൂളിൽ പൂജ നടത്തിയെന്ന വിവാദം ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നു വരുന്നത്. ശരി ശരി വിനോദ്, ഇപ്പോൾ MK ശശി അദ്ദേഹം CPM-ന്റെ ഒരു പ്രാദേശിക പ്രവർത്തകനാണ്, CPM കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗമാണ്. ശ്രീ MK ശശി, എന്താണ് യഥാർത്ഥത്തിൽ ഈ സർക്കാർ എയ്ഡഡ് സ്കൂളിൽ നടന്നത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വിവരം കിട്ടിയത്? ഇന്നലെ സ്കൂൾ ടൈം കഴിഞ്ഞതിന് ശേഷം HMന്റെ റൂമൊക്കെ പൂട്ടി പോയതിനു ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. HMന്റെ റൂം അനധികൃതമായി തുറന്നു, അവിടെയുള്ള മറ്റൊരു റൂമും തുറന്നു. ഈ 2 മുറികളിലായിട്ടാണ് ഈ പൂജ നടക്കുന്നത്. പറയുന്നത് ശത്രുസംഹാര പൂജയാണെന്ന് പറയുന്നു, ആയുധ പൂജയാണെന്ന് പറയുന്നു. ആ നിലക്കുള്ള ഒരു സംഭവം അറിഞ്ഞപ്പോൾ നാട്ടുകാർ മുഴുവൻ അവിടെ ഒത്തുചേരുകയാണ്. അങ്ങനെയാണ് ഇത് പ്രശ്നമാകുന്നത് പുറത്ത് അറിയുന്നത്. HM പോലും അറിയുന്നത് AEOയുടെ ഒരു മെസ്സേജ് വന്നപ്പോഴാണ്. അപ്പൊ ഇത് RSS BJPയും സംഘടിതമായി സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഒരു പ്രവർത്തനത്തിൽ വിധ്വംസക പ്രവർത്തനത്തിന്റെ ഭാഗമാണിത്. കാരണം സ്കൂളിൽ ഇത്തരം പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് RSSന്റെ തീരുമാനമാണ്. ആ തീരുമാനമാണ് കായക്കൊടി നിലവിലുള്ള സ്കൂളിൽ നടന്നിരിക്കുന്നത് എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇത് ആരെങ്കിലും ഒരാൾ നേതൃത്വം നൽകണമല്ലോ, അങ്ങനെ എന്താണ് നിങ്ങൾ സംശയിക്കുന്നത്? അവിടെയുള്ള ഒരു ലേഡി ടീച്ചർ ഇതിലുണ്ടായി പങ്കാളിയായിരുന്നു. അവര് NTU എന്ന് പറയുന്ന അധ്യാപക സംഘടനയുടെ പ്രവർത്തകയാണ്. പ്രാദേശിക BJPയുടെയും RSSന്റെയും നേതാക്കൾ ഇതിൽ പങ്കെടുത്തു. മാനേജ്മെന്റ് പ്രതിനിധികൾ അവർ BJP അനുഭാവികളാണ്. അവരെല്ലാം ചേർന്നുകൊണ്ട് ഗൂഢമായുള്ള നീക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കാര്യം അവിടെ നടന്നിരിക്കുന്നത്. ശക്തമായി CPIM പ്രതിഷേധിക്കുന്നുണ്ട്. ഇന്നവിടെ SFIയുടെ മാർച്ച് നടന്നു, DYFIയുടെ മാർച്ച് നടന്നു, ജനാധിപത്യ മഹിളാ അസോസിയേഷൻ മാർച്ച് നടന്നു. ഈ മാർച്ചിലെല്ലാം എല്ലാ വിഭാഗം ജനങ്ങളും ഒത്തുകൂടിയ കാഴ്ചയാണ് ഇത് ഞങ്ങൾക്ക് അവിടെ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ശ്രീ MT രമേശ്, BJPയുടെ പ്രമുഖ നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ MT രമേശ്, ഈ കുറ്റ്യാടിക്കടുത്തുള്ള നെടുമണ്ണൂർ സ്കൂളിൽ ഇങ്ങനെ ഒരു ഗണപതി ഹോമം നടക്കുന്നു, അവിടെ CPM-ന്റെ കുറെ പ്രവർത്തകർ വരുന്നു, അവർ തടസ്സപ്പെടുത്തുന്നു. ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഉത്തരവിടുന്നു. ഇതൊരു വിധ്വംസക പ്രവർത്തനമെന്നാണ് ഇവിടെ ഇപ്പോൾ സംസാരിച്ചത് CPM-ന്റെ കുന്നുമ്മൽ ഏരിയ കമ്മിറ്റി അംഗമായ MK ശശിയാണ്. എന്താണ് താങ്കളുടെ ഒരു നിലപാട്? അല്ല, ഞാൻ മനസ്സിലാക്കിയത് അതൊരു CPM-ന്റെ സ്വാധീന മേഖലയിലാണ്. അവിടെ ഒരു മാനേജ്മെന്റ് സ്കൂളാണ്. മാനേജ്മെന്റ് സ്കൂളിൽ മാനേജർ പുതിയ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ഭൂമി പൂജയും ഗണപതി ഹോമവും നടത്തുന്നതാണ്. വിധ്വംസക പ്രവർത്തനമാവുന്നത് ഒരു സ്വകാര്യ വ്യക്തി അദ്ദേഹത്തിന്റെ സ്ഥലത്ത് സ്കൂൾ ടൈം എന്നുള്ള രാത്രിയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ പൂജ നടത്താൻ പാടില്ല. നാളെ ഒരു സ്കൂൾ കെട്ടിടം വെഞ്ചരിച്ചാൽ വിധ്വംസക പ്രവർത്തനമാവോ? നമ്മുടെ മുസ്ലിം മതാചാര പ്രകാരം പുതിയ മത ചടങ്ങുകളുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള സ്വാതന്ത്ര്യമാണ്. അതെങ്ങനെ വിധ്വംസക പ്രവർത്തനമാവോ? അപ്പൊ CPM-ന്റെ ഗണപതി ഹോമ പൂജയും മാത്രമാണ് വിധ്വംസക പ്രവർത്തനം. ഇത് വളരെ ബോധപൂർവ്വം CPM ഉണ്ടാക്കുന്ന ഒരു ശ്രമമാണ്. അത് CPM നേതൃത്വം വ്യക്തമാകട്ടെ, അവർക്ക് എന്തൊക്കെയാണ് വിധ്വംസക പ്രവർത്തനം, എന്തൊക്കെയാണ് അല്ലാത്തതെന്ന് വ്യക്തമാക്കട്ടെ. ഇത് CPM-ന്റെ ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള പരിപാടിയാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സ്കൂൾ മാനേജ്മെന്റ് ഒരു കോൺഗ്രസ് മാനേജ്മെന്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞങ്ങൾക്കതിൽ വലിയ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. ഞങ്ങളുടെ ഒരു പ്രവർത്തനം ഇല്ലാത്തൊരു സ്ഥലമാണ്. BJPക്ക് അവിടെ പ്രവർത്തനമില്ല, പ്രവർത്തനമില്ല. 100% CPM ഉള്ള സ്ഥലമാണ്. അവിടെയാണ് ഈ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇനി എന്തെങ്കിലും പരാതി CPM-ന് ഉണ്ടെങ്കിൽ അത് പരാതിപ്പെടുകയല്ലേ വേണ്ടത്. അതിന് അവിടെ അക്രമം നടത്തുകയാണ്. എന്റെ അടിസ്ഥാനത്തിലാണ് അവിടെ ഈ പൂജ നടക്കുന്ന സമയത്ത് അതിക്രമത്തിൽ കയറി പൂജാദ്രവ്യങ്ങളൊക്കെ തട്ടിയെറിഞ്ഞ് ആ പൂജ നടത്തുന്ന ആളുകളെ ദേഹോപദ്രവം ഏൽപ്പിക്കാൻ ആരാ CPM-ന് അധികാരം കൊടുത്തത്? അപ്പൊ ഇതൊക്കെ വളരെ ബോധപൂർവമാണ്. അത് ഇതിന് CPM മറുപടി പറയേണ്ടി വരും. ഇതൊക്കെയാണോ CPM-ന്റെ സമീപനം എന്നറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അങ്ങനെയാണെങ്കിൽ CPM-ന്റെ സമ്മേളന വേദിയിൽ പരസ്യമായി നിസ്കരിക്കാൻ എങ്ങനെ അവസരം കൊടുക്കുന്നത്? അപ്പൊ CPM-ന് ചിലതിനോട് മാത്രം താല്പര്യവും ചിലതിനോട് അസ്വസ്ഥതയും ഉണ്ടാകുന്നതിന്റെ കാര്യം എന്താണ്? ഈ CPM നേതാക്കന്മാരൊക്കെ തലയിൽ മുന്നിട്ട് അമ്പലത്തിൽ പോയി ഗണപതി ഹോമം നടത്തുന്നുണ്ടല്ലോ. അപ്പൊ അത് വിധ്വംസക പ്രവർത്തനമല്ലേ? അപ്പൊ ഇതൊക്കെ CPM-ന്റെ ഇരട്ടത്താപ്പാണ്. ഇതിൽ CPM ജനങ്ങളോട് മറുപടി പറയേണ്ടതായിട്ട് വരും, സംശയമില്ല. ശരി, നന്ദി ശ്രീ MT രമേശ്, ശ്രീ MK ശശി. ഈ വാർത്തയോടുകൂടി പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5670 രൂപ, പവന് 45,360 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 4720 രൂപ, പവന് 37,760 രൂപ. വെള്ളി ഗ്രാമിന് 76 രൂപ, കിലോയ്ക്ക് 76,000 രൂപ.
കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത അവസാനിക്കുകയാണ്. നന്ദി, നമസ്കാരം.